ഇന്ന് ഓരോരുത്തരുടെ മിടുക്കനുസരിച്ചാ സൗഖ്യം. ഇന്നയാൾ വന്നാൽ സൗഖ്യമാകും. യേശു വരുന്നതൊന്നും വിഷയമല്ല. ഇന്നയാടെ മിടുക്കല്ല, യേശു വന്നതുകൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. എല്ലാ യോഗത്തിനും യേശു വരുന്നുണ്ട്, പക്ഷേ സൗഖ്യം നടക്കുന്നില്ല. കാരണം ആൾക്കാർക്ക് യേശുവിനേക്കാളും താല്പര്യം മറ്റു വ്യക്തികളോടാണ്. ചോദിക്കുകയല്ലേ, തങ്കു വന്നിട്ടുണ്ടോ, താരു ഉണ്ടോ, തമ്പേറുണ്ടോ, സാമച്ചൻ വന്നിട്ടുണ്ടോ, അനീഷ് കാവാലം വന്നിട്ടുണ്ടോ? മനുഷ്യനെല്ലാം ദൈവത്തോട് വലിയ താല്പര്യമില്ല. ഫിന്നി വന്നിട്ടുണ്ടോ, ഇതൊക്കെയായി ചോദിക്കുന്നത്. നീ ദൈവത്തെ ഭയപ്പെടും. എന്നാ മുഖം അങ്ങോട്ട് വെട്ടിച്ചത് ഞാൻ കണ്ടു വെട്ടിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ആരുടെ മിടുക്ക് കൊണ്ടല്ല, യേശുക്രിസ്തു സൗഖ്യമാക്കും. യേശുക്രിസ്തുവിന്റെ മഹത്വമാണ്. അപ്പൊ ഈ ദേവാലയ ഗോപുരത്തിൽ ഒരു മുടന്തൻ 40 വയസ്സുണ്ട്. ആരെ കണ്ടാലും ചോദിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ആരെ കണ്ടാലും കൺവെൻഷൻ കഴിഞ്ഞാലും പമ്മി നിൽക്കും. ചിലർ ഞാൻ ഇപ്പം പരുവം കണ്ടാൽ ചിലർ കൊടുത്തും പോകും. അത് ആദായമാക്കുന്ന ആൾക്കാരുമുണ്ട്. പണ്ട് സ്ഥലമൊന്നും പറഞ്ഞില്ല, ഒരുത്തനെ പൊട്ടക്കണ്ണനാ, അവനെ ബസ് സ്റ്റോപ്പിലായിരിക്കുന്നത്, ബസ് സ്റ്റോപ്പിൽ. അപ്പം എല്ലാവരും ബസ് ഇറങ്ങുമ്പം കാണുമല്ലോ ഇരിക്കുന്നത്, കയറുമ്പോഴും കാണുമല്ലോ, അപ്പം എല്ലാവരും കൊടുക്കും. അപ്പോൾ മനസാക്ഷിയുള്ളൊരു മനുഷ്യനെ അതിലെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പും ഒക്കെ കണ്ടപ്പം പുള്ളി അടുത്ത് ചെന്നേച്ച് ദേഹത്ത് തട്ടി, ഞാൻ ഇന്നയാളാണ്, എത്ര നാളായി? പുള്ളി പറഞ്ഞ് ഏറെ നാളായി. ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ഞാൻ സ്ഥലം പറഞ്ഞേച്ചു ഇനി എടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് കണ്ണിന് ഭേദം വരും, സൗഖ്യം കിട്ടും. ഇയാളുടെ വിധവും മാറി, കണ്ണ് കാണാൻ പാടില്ല. എഴുന്നേറ്റ് പോടോന്ന് പറഞ്ഞു, കാണാൻ മേലും പോടോന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം ഈ പരുവത്തിൽ ഇരുന്നാൽ എനിക്ക് വൈകുന്നേരം ആകുമ്പം 10,000-2,000 രൂപ താൻ സൗഖ്യമാക്കി കഴിഞ്ഞാൽ ആരാ എനിക്ക് 5 പൈസ തരുന്നേ? താൻ തരുമോ? അല്ല, അങ്ങനെയുള്ള വിദ്വാൻമാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ചിലരെ വീട് വെക്കാൻ കാശ് കൊടുത്താലും വെക്കുകയല്ല, ഇച്ചിരി പണി അവിടെ ഇടും. കാരണം ഇത് കാണിച്ചോണ്ട് ഇതിനകത്തും ചിലപ്പോൾ കാണും. നല്ല ഡ്രസ്സ് കൊടുത്താൽ ഇട്ടുകൊണ്ട് യോഗത്തിന് വരികയല്ല. ഇവൻ കീറി പറഞ്ഞിട്ടുണ്ട് പരുവക്കേടി വന്നിരിക്കും. അപ്പൊ പിന്നെ ആൾക്കാർ കാണുമ്പം നല്ലതവൻ അലമാരിക്കകത്ത് വെച്ചാ പമ്മി വന്നിരിക്കുന്നേ ഉണ്ട്. ഇതിനായി നോട്ടോ ഇരിപ്പം കാണുമ്പോൾ എനിക്കും തോന്നുന്നങ്ങ്. അപ്പൊ ഇത് വീണണം വിദ്യയാക്കുന്ന ധാരാളം മിടുക്കന്മാര് നമ്മുടെ ഇടയിലും ഉണ്ട്. സ്തോത്രം. എൻ്റെ അമ്മ കൊച്ചിലേ പറഞ്ഞു, എടാ നനയുന്നിടം കുഴിക്കരുത്, നനയുന്നിടം കുഴിക്കരുത്. മനസ്സിലായി കാണും. അപ്പൊ ഇദ്ദേഹം മുടന്തൻ അവിടെ ഇരിക്കും, ഭിക്ഷയ്ക്ക് ചോദിക്കും, ആര് വന്നാലും ചോദിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവദാസന്മാരങ്ങോട്ട് ചെന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. അല്ല, നമ്മളെ കാണുമ്പോൾ അങ്ങനെ തോന്നണം, ഗതി കെട്ട് നടക്കരുത്. എന്തോ ചെയ്യുന്നു? സുവിശേഷം നീ ഇറങ്ങാതിരിക്കുന്ന നല്ലത്. ആരാ? പാസ്റ്റർ. ഈ വേലക്കൂടെ ക്ഷീണമാണ്. ഞാൻ ദൈവദാസനാ, യേശുക്രിസ്തുവിന്റെ അംബാസിഡറാ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തുടക്കമല്ലേ. നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും, ഞെരുക്കം കാണും, പ്രയാസം കാണും. പക്ഷെ അത് പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനുമാണ്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് തോന്നണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന്. അടുത്ത കാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു ചെറിയ സഹായം ചെയ്യണം. ഞാൻ ചോദിച്ചാൽ എന്തോ, വൈകിട്ട് കൊടുക്കാനാ ഒരു 15 ലക്ഷം രൂപ തരാൻ. ചെറിയ സഹായം. പിന്നെ ഞാൻ പറഞ്ഞു യോഗം കഴിഞ്ഞ് വരട്ടെന്ന് പറഞ്ഞു. അല്ല, അത് വന്നിട്ട് മതി എന്ന് പറഞ്ഞു. വന്നിട്ട് മതി. ഈ ലൈവായതുകൊണ്ട് എല്ലാം തെളിച്ച് പറയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു പോയിട്ട് വരട്ടെ. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴും പുള്ളി ഇങ്ങനെ പൊങ്ങി കയറി വന്നു. പൗലോസ് പറഞ്ഞാൽ പിടിച്ചൊതുക്കി. യോഗം കഴിഞ്ഞ് വന്നപ്പം പുള്ളി കണ്ടു. ഞാൻ പറഞ്ഞു അങ്ങോട്ട് എനിക്ക് വരുന്നെന്ന് പറഞ്ഞു.
ഉടനെ പുള്ളി അടുത്ത് വന്നവൻ പറഞ്ഞ് തരണ്ട, വേറൊരാൾ തന്നെന്ന്. അതല്ല രസം. എന്നിട്ട് പറയാ മറ്റേത് എടുക്കണ്ടെന്ന്. കാരണം പുള്ളി ധരിച്ചേക്കുന്ന ഞാൻ ഫിക്സഡ് ഇട്ടിരിക്കുക, അതിൽ നിന്ന് എടുക്കണ്ടെന്നായി പുള്ളി. ഞാൻ പറഞ്ഞു അല്ലേലും ഇപ്പം അത് എടുക്കാൻ ഞാൻ തീരുമാനിച്ചില്ല. പൗലോസ് പറഞ്ഞ ഒരു പദമുണ്ടല്ലോ, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലാ. നിന്റെ നിക്ഷേപം അവനെന്നു കരുതാം, എങ്കിൽ സക്ഷേമമവനിയിൽ അമരാ. ഇത്ര ശ്രേഷ്ഠന ഒരുവൻ നിൻ കൂട്ടിനായി അരികിലുണ്ടതിനാൽ എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം കലരും നൻ. യേശു നായക സമാധാന നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം കലരും നൻ മനമേ. യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം കലരും നൻ മനമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. ഉണ്ടെന്നോർത്തായി ചോദിച്ചത്, കണ്ടാൽ അങ്ങനെ തോന്നുന്നേ. അപ്പൊ അവര് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശം ഇല്ല, ഒരു തരി വെള്ളി ഇല്ല, ഒരു തരി പൊന്നുമില്ല. പത്രോസ് കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യോഹന്നാനും കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ആളാ. അല്ലെങ്കിൽ പീറ്റർ വേണേ പറയാം, എൻ്റെ ബ്രദറെ ഇത് വെഡിങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ, കാരണം ഇത് ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അമ്മായിയമ്മയുണ്ടെന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഭാര്യ കാണുമല്ലോ. ഭാര്യയില്ലാതെ അങ്ങനെ അമ്മായിയമ്മ ഉണ്ടാകുന്നേ? ചിലപ്പോൾ അങ്ങനെയുള്ളവരും കാണുമായിരിക്കാം ഈ വന്ന കാലത്ത്. പിന്നെ അപ്പം അമ്മായിയമ്മയുടെ പേര് പറയുന്നതുകൊണ്ട് ഭാര്യയുണ്ട്. അപ്പം വിവാഹം കഴിഞ്ഞതാ. അപ്പം അങ്ങനെയാണെ പറയാം ഇത് വെഡിങ്ങിൻ്റെയാ. ഒരു തരി കൈവശമില്ല. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ആ വിധത്തിലായിരുന്നു. ഇപ്പോഴത്തെ ഡോക്ടർ, റവറന്റ് ഒക്കെ എല്ലാം മോതിരമൊക്കെ ഇട്ടും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആരും ഒന്നും പറയുന്നുമില്ല. നമുക്ക് എങ്ങനെയും പോട്ടെ, ഞാൻ കൺവെൻഷൻ ആയതുകൊണ്ട് അടങ്ങുക. ഒരു തരി ഞങ്ങളുടെ കയ്യിലില്ല, വെള്ളിയും പൊന്നും. നീ ഉദ്ദേശിച്ചതൊന്നും ഞങ്ങളുടെ കയ്യിൽ, പക്ഷെ നീ ഉദ്ദേശിക്കാത്ത ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. പൊന്നിലും തങ്കത്തിലും വളരെ ആഗ്രഹിക്കത്തക്ക തിരുവചനം. ആ വചനമായ യേശു. ഏതെങ്കിലും വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം ദൈവമാ, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. വചനത്തിന്റെ വിശേഷത പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കത്, തേനിലും തേൻകട്ടയിലും മധുരമുള്ളത്. അത് ഞങ്ങളുടെ കൈവശമുണ്ട്, അത് നിനക്ക് തരാം. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അന്നേരം അവന്റെ നരിയാണി ഉറച്ചവൻ അടങ്ങി നിന്നില്ല, തുള്ളിച്ചാടിയെന്ന. നമ്മളെ ഉറച്ചിട്ടും എന്ത് ഈ പാട്ടുകാരെന്ത് പരിശ്രമിച്ചാവുന്നു തുള്ളിക്കാൻ നോക്കുന്നത്. ശക്തിയോടെ സ്തുതിച്ചാട്ടെ, ഒരു അതുങ്ങൾ കിടന്ന് ചക്രജാതം വലിക്കുക. ആരടങ്ങാനാ? പിന്നെ ഒക്കാതെ വരുമ്പോഴുള്ള കരങ്ങൾ അടിക്കുകയല്ല, അതിന് നമ്മൾ അടിപ്പിക്കുക. അടിച്ചാട്ടെ, ഒന്നുകൂടെ അടിച്ചാട്ടെ. ഇതൊന്നും ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതല്ല. വിടുതൽ പ്രാപിച്ചവൻ അടങ്ങി നിൽക്കത്തില്ല. വിടുതൽ പ്രാപിച്ചവനെ അടിക്കാനൊന്നും പറയണ്ട. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, നല്ലൊരു അതൊന്നും പറയണ്ട. ചില ആൾക്കാർ പറയുന്നുണ്ട് നല്ലൊരു പോട്ടാ ഹല്ലേലൂയ എല്ലാം നല്ലതാ. അത് സ്വർഗീയ എല്ലാ ഭാഷയിലും ഹല്ലേലൂയ എന്നാ. അപ്പൊ ഈ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ഉറക്കെ ഒരു ഹല്ലേലൂയ പറയണമെന്നാ. അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ.
നല്ലൊരു ദൈവത്തിന് മഹത്വം. ഇതൊന്ന് നിർബന്ധിച്ചും സമ്മർദ്ദം ചെലുത്തിയും ഞങ്ങളുടെ ഒരു അച്ചായൻ പറയും, വെളിയനാട്ട കൊച്ചായൻ പാസ്റ്ററെ ഉന്തി മരത്തെ കയറ്റിയ നെഞ്ചൊരി. ഉന്തി മരത്തേക്ക് എല്ലാവരും ഉന്തുക, അവനെ തള്ളി നമ്മൾ അവിടെ വെച്ച് കൈ എടുക്കുമ്പോൾ പൂർവ്വം നിറങ്ങി വരും, അവനെ നെഞ്ചൊരയും. ഇതൊക്കെ അവനവൻ തീരുമാനിക്കേണ്ടതാണ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. 62-ാം സങ്കീർത്തനത്തിലുണ്ട്, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യജനം ഒരു ശ്വാസം, ശ്രേഷ്ഠജനം ഭോഷ്ക്ക് തുലാസിന്റെ തട്ടിൽ പൊങ്ങിപ്പോകും. ശ്വാസത്തൊക്കെ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വെച്ചാൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതാ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിർബന്ധിച്ചൊന്നുമല്ല, അത് ദൈവത്തെ അങ്ങ് ദൈവമായത് കൊണ്ടാണ് സ്തുതിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ആട്ടധികം വിവരിക്കുന്നില്ല. ഇവൻ തുള്ളിച്ചാടി എന്നായിരുന്നു, തുള്ളിച്ചാടി. അവൻ തുള്ളിയും ചാടിയും വീട്ടിൽ പോയെന്നില്ല, പള്ളി വന്നെന്നാ. നമ്മൾ തുള്ളിച്ചാടി പിന്നെ അങ്ങ് പോകും ആ പഴയ സ്ഥലത്തോട്ട്. നമ്മൾ ചോദിക്കും ഇന്നാളുണ്ടായിരുന്നു, വിടുതൽ കിട്ടി. ഇവൻ തുള്ളിച്ചാടി പള്ളിയിൽ കയറി. ഓ, നാടളകി പ്രശ്നമായി. ഇതിന് കാരണക്കാരാകുന്ന പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു, പീഡിപ്പിക്കുക മാനസികമായിട്ടുമൊക്കെ. ഈ നാമത്തിൽ മിണ്ടിപ്പോകരുത്. ഈ ശക്തി ഏതാ? ഇതൊക്കെ പറഞ്ഞ് പീഡയേറ്റ ദൈവദാസന്മാർ പൊടുന്നതിനെ കേസ് കൊടുക്കാൻ പോയില്ല, കോടതി പോയില്ല, വക്കീലിനെ കണ്ടില്ല, MLA കണ്ടില്ല, MBA കണ്ടില്ല. അന്ന് MLA MBA ഇല്ലായിരിക്കും, എന്നാലും ഉണ്ടെങ്കിൽ ആ തത്തുല്യമായ പൊസിഷനുള്ളവർ കാണുമല്ലോ. ഗവർണറേയും കാണാൻ പോയില്ല, പീലാത്തോസിൻ്റെ അടുക്കലും പോയില്ല, അല്ലേ സെന്നിത്രി ഒരുത്തരുടെ അടുക്കലും പോയില്ല, ഒരു വാർഡ് മെമ്പറിൻ്റെ അടുക്ക പോലും പോയില്ല. അവര് നേരെ സഭയെ വന്ന് എൻ്റെ ഭാഷ മുട്ടയിലിരുന്നു, പ്രാർത്ഥനയിൽ പോരാടി. ഞാൻ ദൈവമക്കളോട് പറയാൻ, നമുക്കൊരു വിഷയമുണ്ടെങ്കിൽ അത് മേളിലോട്ട് കൊടുക്കണം. കാരണം നമുക്ക് വേണ്ടി വ്യവഹരിക്കാൻ ഒരുവൻ മേളിലിരിപ്പുണ്ട്. ഉന്നതനും അവന് മീതെ അത്യുന്നതൻ നമുക്ക് വേണ്ടി യാഗരിക്കുന്നുണ്ട്. ഇപ്പോഴോ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ യാമക്കാൻ ഉയരത്തിലും ഇരിക്കുക. നിനക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്, നിനക്ക് വേണ്ടി ജാമ്യം നിൽക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാ. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നെന്ന 13 ഒന്ന് വായിച്ച് 5:13 ദബോരയുമായുള്ള യുദ്ധത്തിലുള്ള വിഷയത്തിൽ പറയുന്നൊരു പദമുണ്ട്. വായിച്ചേ, 13 മുതൽ വായിച്ചു. 5:13 മുതൽ അത് സംക്ഷിപ്ത വിവരണമാണ്. 4-ാം അധ്യായത്തിൽ ആ സംഭവം. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. പിന്നെ വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ആകാശം ചായിച്ചിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നായി പറഞ്ഞത്. നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ മുഴങ്കാലുകൾ മടക്കി ആകരിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. ആ താഴോട്ട് ആരൊക്കെ വന്നെന്നും വന്നില്ലെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു വിടാം. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ എന്ന് പറഞ്ഞ അമാലേക്കിന്റെ പേര്, എബ്രഹീമിന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. അമാലേക്ക് ജഡവാ. അപ്പോൾ എബ്രഹീമിന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. പേരൊത്തിരി ഇറങ്ങിയാ പിന്നെ പിടിച്ചാ പൊങ്ങുകയല്ല. അമാലേക്ക് ജഡമാ. എബ്രഹീം ആരാ? യോസേഫിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച രണ്ടാമത്തെ കുട്ടിക്കും യാക്കോബ് വലങ്കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ച് മനുഷ്യക്ക് മുമ്പനാക്കിയവനാ. 10 ഇരട്ടി അനുഗ്രഹം. അതാ ആവർത്തന പുസ്തകം 33:17 വായിച്ചേ, ഒന്ന് വായിച്ചേ. ഇന്ന് വളച്ചം വാക്യം വായിച്ച് ഊപ്പാട് വരും. നിലമ്പൂര് വെച്ചും എനിക്ക് വായിച്ചു തന്നല്ലയോ. പിന്നെ പഴയ ആളാ നമ്മുടെ തെങ്ങന്തോട്ടത്തിരുന്നാ വായിച്ചത്. 33:17 താഴെ. ആമേൻ. അവന്റെ കടിഞ്ഞൂൽ കൂറ്റം, അവന്റെ പ്രതാപം, അവൻ ഭൂസീമാവാസികളാൽ അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അടുത്തത്, അവയാൽ അവൻ സകല ജാതികളെയും ഭൂസീമവാസികളെയും വെട്ടി ഓടിക്കും. അടുത്ത പദം, അവ എഫ്രയീമിന്റെ 10,000 മനശ്ശെയുടെ 1000. മനുഷ്യക്ക് 1000, എബ്രഹീമിന് 10,000. മനുഷ്യ മൂത്തതാ, എബ്രഹീം ഇളയതാ. ഇളയവന് 10 ഇരട്ടി. ഏറ്റവും ഇളയതായ എബ്രഹീം. ആ കുടുംബത്തിൽ ഏറ്റവും മൂത്തത് രൂപേനാ. ഏറ്റവും മൂത്തത് രൂപേൻ. അപ്പൊ രൂപേൻ മുതല് ബെന്യാമീൻ വരെ 12. ബെന്യാമീൻ കഴിഞ്ഞാണ് മനേശെ, അതും കഴിഞ്ഞ എബ്രഹീം. ഓർഡർ വരുമ്പോ അങ്ങനെ. ആ ഏറ്റവും എന്റെ ഭാഷ 12 2 14 അങ്ങനെ ചിന്തിക്കുന്ന നല്ലത്.
യാക്കോബിന് 4 സ്ത്രീകൾ ജനിച്ച 12 പേരും യോസേപ്പിന് 2 മക്കള്. അവരെ ഇങ്ങോട്ട് കയറ്റി 48:5 വായിച്ച് അവരെ ഇങ്ങോട്ട് ഗോത്രത്തിലോട്ട് കയറ്റുക. വൈര് 49 48:5 എപ്രാളൊന്നും പിടിക്കണ്ട, പതുക്കെ വായിച്ചാൽ ഞാനിപ്പോൾ എടുത്ത് ഓടുകയല്ല. 48:5 വായിര് ഇടത്ത് വശത്ത് വീണില് വായിര്. മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും. യാക്കോബ് തന്റെ മകനാകുന്ന യോസേപ്പിനോട് പറയാ, എന്റെ മകനെ യോസേപ്പേ, മിസ്രൈമിൽ ഞാൻ നിന്റെ അടുക്കൽ വരുമ്പോൾ നിനക്ക് മിസ്രൈം ദേശത്ത് ജനിച്ച 2 പുത്രന്മാരായ 2 പുത്രന്മാരാകുന്ന മനേഷയും എബ്രയീമും എനിക്കുള്ളവരായിരിക്കണം. ഞാൻ ഈ ഗോത്രത്തിലോട്ട് അവരെ കയറ്റാൻ പോവാ. ആമേൻ. ഈ പിള്ളേര് മിസ്രൈമിൽ വെച്ച് ജനിച്ചതാ, പക്ഷെ അതുങ്ങളെ ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവാ. ആ 2 പിള്ളേരും എനിക്കുള്ളവർ. ഇന്ന് രാത്രി നീ പുറത്ത് നിൽക്കുകയല്ല, നിന്നെ അകത്തോട്ട് എടുക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. നീ അകന്ന് നിൽക്കണ്ട, ഒഴിഞ്ഞു മാറണ്ട, ഇരുട്ടിൽ നിൽക്കണ്ട, മാറി നിൽക്കണ്ട. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ഇന്ന് രാത്രി ഇങ്ങോട്ട് എടുക്കുക. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കരുത്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ ദൈവമേ എന്റെ പാപങ്ങൾ മോചിച്ച് ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നോ അവരെ ഇന്ന് രാത്രി ദൈവം തിരഞ്ഞെടുക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ യാക്കോബ് പറയാ, ഞാൻ മിസ്രൈമിൽ വരുന്നതിന് മുന്നേ നിനക്ക് 2 പിള്ളേര് ജനിച്ചെന്നുണ്ട്, പിള്ളേരെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങെടുക്കുക. രൂബേനും അടുത്തത് ശിമയോനും എന്ന പോലെ അവർ രൂബേനും ശിമയോനും എന്നതുപോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. രൂബേന്റെ അവകാശവും ശിമയോന്റെ അവകാശവും ഞാൻ ഈ കൊച്ചുങ്ങ കൊടുക്കാൻ പോവാ. രൂബേൻ ക്രമക്കേട് കാണിച്ച്, അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ അത് കേട്ടെന്ന ഉൽപ്പത്തി പുസ്തകം 35:22 വാക്യത്തിന്റെ ഒടുവിലത്തെ പദമേ വായിക്കാവുള്ളൂ, മൊത്തം വായിക്കരുത്. ഉൽപ്പത്തി 35:22 ഒടുവിലത്തെ പദം ഇസ്രായേൽ അത് കേട്ടു. 22 അല്ലേ? 22 വാക്യത്തിന്റെ ഒടുവിലത്തെ പദം ഇസ്രായേൽ അത് കേട്ടു. അത് മതി, എത്ര വായിച്ചാൽ മതി. ഇസ്രായേൽ അത് കേട്ടു. വേദപുസ്തകം പഠിക്കുന്നവർക്ക് ചരിത്രം അറിയാം. ഇപ്പൊ അത് പൊതുവിൽ പറയാൻ ഒക്കത്തില്ല. അതാണ് ഇവന്റെ അവകാശം ഇഞ്ഞെടുക്കുന്നത്. പിന്നെ രൂബേന് ശിമയോനും ലേവിയും പണ്ട് വടിവാളെടുത്ത് വെട്ടാൻ പോയി. അത് 34:30 നാറ്റിച്ച വിഷയമാണ്. 34:30 വായിര്. അപ്പോൾ യാക്കോബ് ശിമയോനോട് ലേവിയോടും ഈ ദേശനിവാസികളാകുന്ന കനാന്യരുടെയും പെരിശരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. അപ്പനെ നാറ്റിച്ച 2 അതിൽ പ്രമുഖനാണ് ലേവി ശിമയോനും. അതുകൊണ്ട് രൂബേന്റെയും ശിമയോന്റെയും, രൂബേൻ ഇത് കേൾപ്പിച്ചു, ശിമയോൻ നാറ്റിച്ചു. ഒന്ന് നാറ്റ കേസും ഒന്ന് അതുകൊണ്ട് ഇത് 2 കൂടെ എടുത്ത് ഈ പിള്ളേർക്ക് ഞാൻ കൊടുക്കും. ദൈവത്തിന് മഹത്വം. എബ്രഹീമിനെ മനുഷ്യൻ ഞാൻ ഇങ്ങോട്ട് കയറ്റിയച്ച് എവരുടെ അവകാശം എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം രൂബേന്റെ അവകാശം ജ്യേഷ്ഠാവകാശമാണ്. ആ ജ്യേഷ്ഠാവകാശം ഞാൻ ഇവർക്ക് കൊടുക്കും. എൻ്റെ ദൂത് മാറുന്നെങ്കിൽ ഒരു വചനത്തിലൊക്കെ തിട്ടമുള്ളവരല്ലേ. ഈ ജ്യേഷ്ഠാവകാശം രൂപേണ്ടതാണ്. അത് അവൻ്റെ എടുത്തേച്ച് യോസഫിന് കൊടുത്തു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ പോകരുത്, ഞാൻ വരുന്നു. യഹൂദാ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. രൂപനായത് കിട്ടേണ്ടത് അതെടുത്ത് ആർക്ക് കൊടുത്തു? യോസേഫിന് കൊടുത്തു. ഇനി യോസേഫിൽ നിന്ന് അതെടുത്ത് 2 പിള്ളേർക്ക് കൊടുത്തു. 1-ാം വാക്യം മുതൽ വായിച്ചേ. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. എങ്ങനുണ്ട്? നല്ല പരിപാടിയാണ്. ഇത് രൂപേന്റെ ജ്യേഷ്ഠാവകാശമാണ്. അതെടുത്ത് യോസേഫിന്
കൊടുത്തു. യോസേപ്പിൽ നിന്ന് അതെടുത്ത് പിള്ളേർക്ക് കൊടുത്തു. ആ പിള്ളേരിൽ അത് എബ്രഹീമിനും കൊടുത്തു. യിരെമ്യാവ് 31:9 ആയിരം. ആയല്ലോ 31:9. പിന്നെ ഈ വലതുവശത്ത് പഴയ ബൈബിളിൽ അങ്ങനെ വലതുവശത്ത് യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അടുത്തത്, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. അടുത്തത്, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രയീം എന്റെ ആദ്യജാതനുമല്ലോ. ആദ്യജാത പദവിയെ കൊണ്ടുവന്നു. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് രൂപേന്റെ ജ്യേഷ്ഠാവകാശമാ. ക്രമക്കേട് കാണിച്ചത് കൊണ്ട് എടുത്ത് യോസേപ്പിന് കൊടുത്തു. യോസേപ്പിൽ നിന്ന് അതെടുത്ത് ഈ പിള്ളേർക്ക് രണ്ടും കൊടുത്തു. ആ പിള്ളേരിൽ നിന്ന് അത് എബ്രഹീമിനും കൊടുത്തു. എന്റെ ഭാഷയെ പറഞ്ഞ അങ്ങേയറ്റത്ത് കിടന്നവനെ ഇങ്ങേയറ്റത്ത് ഫ്രണ്ടിൽ കൊണ്ടു. മുമ്പന്മാര് പലരും ബിംബന്മാരുമാകും, ബിംബന്മാര് പലരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. അസൂയപ്പെട്ടിട്ടും അതിന് ചുമ്മാ ഇരുന്ന് പറഞ്ഞു, ഞാൻ സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു, നീ ഇന്ന് വരെ ഒരു ഉറക്ക കൈയടിക്കോ ഒരു തോത്രം ചുമ്മാ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത് ചുമ്മാ ഇന്ന് കീർവാണം ഓടിക്കാൻ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഈ 90 കിലോ ഉണ്ട്, ഇന്ന് വരെ ഒരു 1/2 കിലോയുടെ സ്വോത്രം പറഞ്ഞു. കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ഉപവസിക്കുകയല്ല. അത് പറയാൻ സ്റ്റാർട്ടിങ് മുതൽ ആയിക്കോട്ടെ ഞങ്ങളുടെ വീട്ടിലാ തുടങ്ങിയെന്ന്. അതിനെന്നാ ഇവിടെ ഷീലോവോട് ചെയ്തത് അറിയണം നോക്കണമെന്നാ എഴുതിയേക്കുന്നത്. ഷീലോവിനോട്, മീനല്ല ഷീലാവ്. ഞാൻ ഷീലോവോട് ചെയ്തത് ഒന്ന് അറിയുന്നത് നല്ലതാ. ശീലോവ് എന്നാ യഹോവയുടെ പെട്ടകം വരുന്ന സ്ഥലവാ. ഞങ്ങളുടെ വീട്ടിലാ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമായില്ല. ഷീലോ എന്ന് പറയുന്നത് എബ്രഹീമിന്റെ അവകാശ ഭൂമിയാ. യോശുവയുടെ പുസ്തകത്തിലുണ്ടല്ലോ, ഷീലോവിൽ കൊണ്ട് 18:1 തോന്നുന്നു. ഒന്ന് വായിച്ചേ. ഞാനിതൊന്നും പറയാൻ വന്നതല്ല, റൂട്ട് മാറുന്നു. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി. പിന്നെ അവിടെ സമാഗമന കൂടാരം നിർത്തി. പിന്നെ ദേശം അവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർ ശ്രദ്ധിക്കുക, ഞാൻ ശീലോവോട് ചെയ്തെന്നാ. ശീലോവിൽ കൊണ്ട് സമാഗമന കൂടാരം അവിടെ കൊണ്ട് ഷീലോവ് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എബ്രഹീമിന് അവകാശം കൊടുത്ത സ്ഥലവാ. അവിടെ കൊണ്ട് സമാഗമന കൂടാരം കൊണ്ട് നിവർത്തി. അതിൽ പ്രധാനപ്പെട്ട ഉപകരണമാ പെട്ടകം. അതിനകത്ത് 3 വിശേഷപ്പെട്ട കാര്യം: മന്നായിട്ട് വച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക. ഇത് ഷീലോവിൽ എബ്രഹീമിന്റെ അവകാശത്തിൽ കൊണ്ടു. ഞങ്ങളുടെ വീട്ടിലാ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തമ്പുരാനെ അടിച്ചു തൂത്ത് ദൂരോട്ട് കളഞ്ഞു. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചേ. 11 മുതൽ വായിച്ചോ. യിരെമ്യാ 7:11 മുതൽ. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ആദിയിൽ എന്റെ നാമം വിളിച്ചിരുന്ന ശീലോവിൽ എന്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവിൻ. ഞാൻ ഉണ്ണുണ്ട് സാറിന്റെ കാലത്തിറങ്ങിയതാ, TJ ഷോമലിന്റെ കാലത്തിറങ്ങിയതാ, ഞാൻ ഞങ്ങളുടെ അപ്പച്ചന്റെ കാലത്തിറങ്ങിയ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. ചെന്നൊന്ന് നോക്കിപ്പോ എങ്ങനെയാന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഡോക്ടർ റോൺ ഏലി. പണ്ട് ഒരാൾ പറഞ്ഞു, പെണ്ണുങ്ങളെ വരെ പുരോഹിതന്മാരാക്കുന്നത് പേര് കേട്ടപ്പോൾ ഓർത്താരണ്ട് തള്ളമാരാന്ന്. ഏലി. അല്ലിപ്പോൾ അത് കേട്ടോണ്ട് പെണ്ണുങ്ങൾ വല്ല ഇപ്പം മാസ്റ്റർമാരാകുന്നുണ്ടല്ലോ. യോ എൻ്റെ പന്നച്ചോ. ആട്ടെ, ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല.
ദൈവത്തിന് മഹത്വം. നിങ്ങൾ ശീലോവോട് ചെയ്തതൊന്ന് നോക്കണം. അടുത്ത വാക്യമായിര്. ആകയാൽ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതെ, നിങ്ങളെ ക്രമത്തോടെ ജീവിക്കുന്നില്ല, വ്യവസ്ഥയിൽ നിൽക്കുന്നില്ല, പ്രമാണം അനുസരിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലെല്ലാം അതിക്രമം ഇരിക്കുക. നിങ്ങൾക്ക് മനുഷ്യനോട് ദയയില്ലല്ലോ. ഉണ്ടോ? ഒരു പിച്ചക്കാരൻ വന്നാൽ 10 രൂപ കൊടുക്കുകയല്ലോ, അന്നേരം പട്ടിയെ തുറന്നു വിട്ടിരിക്കുക. എന്നുവെച്ചാൽ മതിലാൽ എഴുതും, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു. ഗേറ്റിന്റെ അവിടോട്ട് ചെന്നപ്പോൾ എഴുതി വെക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കാൻ. എന്തിനാണ് 2 കൂടെ എഴുതി വെക്കുന്നേ? ഒന്നേ പട്ടിയുണ്ടെന്ന് എഴുതണം, ഇല്ലെങ്കിൽ അകത്തോട്ട് വരാൻ പറയണം. വെടിവെക്കുക, തല്ലിക്കൊല്ലുക. ബസാലിരിക്കുക. അപ്പൊ പിച്ചക്കാരൻ ചോദിച്ചു താഴെ നിന്ന് ഉടനെ 50 രൂപ എടുത്ത് നോട്ടെടുത്തു. ഉടനെ പുള്ളി പറഞ്ഞു, അയ്യോ താരാനൊക്കത്തില്ല. അതിനാ എഴുതി വെച്ചിരിക്കുന്ന കയ്യും തലയും. ഉടനെ അത് പോക്കറ്റ് തന്നെ ഇട്ടു. ന്യായമല്ലേ? നിയമം കാക്കണ്ടേ? കയ്യും തലയും. കൈ വെളിയിലിടാൻ അങ്ങനെ താഴെ നിൽക്കുന്ന 50 രൂപ കൊടുക്കുന്നേ. ഇതാ സൂത്രബുദ്ധി. രാവിലെ നിന്റെ വീട്ടിൽ ഒരു വ്യക്തി വന്നാൽ കട്ടൻ കാപ്പി ആന്നെ കൊടുക്കണം, ചായ ആന്നെ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഒന്നുമില്ല ഒരു ചൂടുവെള്ളമെങ്കിലും കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ ചായ വെച്ചേച്ച് ചൂടുവെള്ളം കൊടുക്കരുത്. ആ ചായ കുടിച്ചാൽ നീ അവസാനം ബാത്റൂമിൽ നിന്ന് പോരുകയല്ല. അത് കാര്യം പറഞ്ഞു കൊടുക്കണ്ടായോ? ഇതൊക്കെ ചെയ്യണം. ഉച്ചസമയത്ത് ഭിക്ഷക്കാരനാകുന്നതിന് വീട്ടിൽ വന്നാൽ അവൻ വിശന്നാ വരുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ഒരുപക്ഷെ നിനക്ക് നിന്റെ വീതമായിരിക്കും എടുത്ത് കൊടുക്കണം. ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. അങ്ങനെ കൊടുക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൊടുക്കാതെ തന്നെ അവർ പോയി കഴിഞ്ഞ് അമുക്കുന്നവരുമുണ്ട്. നിനക്ക് ഗതിയും വരികയല്ല. 2.5 മണിക്കൂർ പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഗ്രില്ലേ പിടിച്ചാൽ പിന്നെ എന്നാ ഉണ്ട്? എന്നാ ആട്ടെ. എന്നാ ഒരുത്തനെ വീട്ടിൽ വന്നാൽ ആദ്യം വെള്ളം കൊടുക്കുക, അവന് ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ല അവനോട് ഇന്ന് അദ്വൈതം പറഞ്ഞുകൊണ്ടിരിക്കരുത്. സ്വർഗത്തിൽ പോവോ? സ്വർഗത്തിൽ പോകുന്ന പിന്നത്തെ കാര്യം അവന് ഭക്ഷണം കൊടുക്കുക. വന്നാണ് സ്വർഗത്തിൽ പോവോ? നീ പോകുമോ? എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ വിടാനിരിക്കുക. സ്വർഗത്തിലൊക്കെ പോകും. അതിന്റെ പ്രമാണത്തിൽ ഇരിക്കുന്ന സകല എണ്ണത്തിനെയും കൊണ്ടുപോകും. അത് ദൈവത്തിന്റെ വചനത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ചില കടമകളും കർത്തവ്യങ്ങളില്ലേ? ഇല്ലേ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കല്, എന്നും പ്രാർത്ഥനയ്ക്ക് പോക്കാം. അളെ എവിടെ കിടന്ന് ഞരങ്ങുക. പണ്ട് ഒരു സഹോദരി ഉണ്ടായിരുന്നു, അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയില്ല. ഭർത്താവ് ജോലി വെളുപ്പിന് പോകും, രാത്രിയില്ല വരുന്നത്. അതുകൊണ്ട് അമ്മയെ നോക്കാനും എടുക്കാനും ഭാര്യ ഉണ്ടല്ലോ. അപ്പം ഒരിക്കലും ഇവൻ ചോദിച്ചു, എടീ അമ്മ എന്നെ ചോദിച്ചാലും വേണ്ടെന്നാ കേൾക്കണോ? അവൻ തന്നെ എനിക്ക് അകത്തെ മുറിയിൽ അവൻ ഇവളി എന്ന് ചോദിക്കുന്നെന്നാ, അമ്മച്ചി കപ്പലേ കയറണോ? ഒന്നെ താള വേണ്ടായേ. ഒന്നെ കണ്ടോ, എന്നാ ചോദിച്ചാലും. പിന്നെ ചെന്ന അമ്മേ വിമാനത്തെ കയറണോ? വേണ്ടായേ. ഉണ്ടോ? ഇതാ നിങ്ങളുടെ അമ്മ എന്നാ ചോദിച്ചാലും ചെന്ന് ചോദിക്കുന്ന എന്നാ. ചില ദിവസമായപ്പോൾ ഇവന് ഡൗട്ട്. ഇവൻ ചെന്ന് ചോദിച്ചു, അവധിയുള്ള ദിവസം ചെന്ന്, അമ്മയ്ക്ക് എന്തോ വേണം? എൻ്റെ മോനെ ഇച്ചിരി ചൂട് കഞ്ഞി കിട്ടിയ. അയ്യോ, അങ്ങനെയുള്ള വാർതാനൊക്കെ ചിലപ്പോൾ ഇതിനകത്തും കാണും. ഇപ്പൊ തലേ തുണിയിട്ടിങ്ങനെ പമ്മി ഇരിക്കുന്നോണ്ട് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നിന്നോടായി പറയുന്നേ. അറിയാമായിരുന്നെ ഞാൻ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞേനെ. ഞാനും നിങ്ങളും ചെയ്യേണ്ട കടമകൾ ചെയ്യണം. ഇത് ചെയ്യേണ്ടത് ചെയ്യാതെ മലയ്ക്ക് പോയത് കൊണ്ടോ മക്കയെ പോയത് കൊണ്ടോ യെരുശലേമിൽ പോയത് കൊണ്ടൊന്നും ഗുണം വരികയില്ലെന്നായി പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യേണ്ടത് ചെയ്തേച്ച് വേണം പോകാൻ. എൻ്റെ വല്യമ്മച്ചി പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവിടെ അത്ര എഫക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ പിടികിട്ടി, വേടാ സന്തതി ഇരിക്ക ധർമ്മ കൂട്ടിയ ഊട്ടുപെരയ്ക്ക് തീ പിടിക്കും. സന്തതി ഇരിക്ക ധർമ്മം കൂട്ടിയാൽ ഊട്ടുപെരയ്ക്ക് തീ പിടിക്കുമെന്ന്. അർഹതപ്പെട്ടവൻ നറന്നിരിക്കുക, അവന് കൊടുക്കാതെ അപ്പറേ പർണശാല കെട്ടി ധർമ്മം കൂട്ടുക, അപ്പേരയ്ക്ക് തീ പിടിക്കും. ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ആട്ടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അതുകൊണ്ട് ഈ ശീലോമോട് ചെയ്തതെന്ന് ഓർക്കണം. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി.
ഇതിനകത്ത് ഇപ്പം ബിസിനസ് അല്ലേ? കള്ളന്മാരുടെ ഗുഹ. ഈ വാക്യം എടുത്ത യേശു ദൈവാലയത്തിലോട്ട് ചെന്നത് ഇല്ലേ? ആ 11 ഒന്നുകൂടെ വായിച്ച ദൈവദാസനെ. 7:11. യിരെമ്യാവ് എല്ലാം മറവിയാന്ന്. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഇത് കർത്താവ് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12 മുതൽ ഒന്ന് വായിച്ചേ. കർത്താവ് ഇത് കോട്ട് ചെയ്ത് അവിടെ ദേവാലയം ഒന്ന് ശുദ്ധീകരിച്ചത്. വായിച്ചേ 21:12. മത്തായി. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം ദേവാലയത്തിനകത്ത് ഇപ്പൊ മുഴുവൻ ബിസിനസ്സാ. കുലുക്കി കുത്ത്, മലത്തിയടി, കോതുകാല്, ടോർപിഡോ, പാര, ബലൂണ്, പിന്നെ കിലികിലിക്കി, കുലുക്കി സർബത്ത്, അതിപ്പോ ഉണ്ടല്ലോ. ആ പള്ളിക്കകത്ത് എല്ലാത്തിനും ഗ്യാസാ. ദൈവത്തിന് മഹത്വം. ദൈവാലയത്തിനകത്ത് ബിസിനസ് പാടില്ലെന്നായി പറഞ്ഞത്. ഇതിനകത്ത് ലേലം വിളിയും പാടില്ല. പാവം പിടിച്ചൊരു വിശ്വാസി ഒരു ചേന കൊണ്ട് തരിക ദൈവദാസന് ദൈവനാമത്തിൽ. ഉടനെ സെക്രട്ടറി ട്രഷറും കണ്ണ് കാണിച്ച് ചേന ഒരു തരം, നീയൊക്കെ ഒരു തരമാ. പാവം പിടിച്ച് അമ്മ 2 കോഴിയെ വളർത്തി. അതിൽ കടിഞ്ഞൂ കോഴി മുട്ട കിട്ടപ്പോൾ കടിഞ്ഞൂ കോഴിയുടെ മുട്ട ചെറുതാ. തള്ളയത് പൊതിഞ്ഞ് ദൈവാലയത്തിൽ കൊണ്ടുവന്നിരിക്കുക. അത് ദൈവനാമത്തിൽ ചെലവാക്കിയ സെക്രട്ടറിയും ട്രഷറും കൂടെ മുട്ട നീട്ട മുട്ടയാന്നോടാ. മുട്ട ഒരു തരം. അവർ പറയാ സഭയ്ക്ക് ഫണ്ട് ഇങ്ങനൊന്നും അല്ല ഫണ്ടുണ്ടാക്കുന്നേ. നീ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വഴി തുറക്കും. അല്ല പാവം പിടിച്ച തള്ള ഇട്ട ആ കോഴി ഇട്ട മുട്ട നല്ല പാവം പിടിച്ച തള്ള കൊണ്ടെന്ന് അതെടുത്ത് നീ അങ്ങ് വിലസുക. ആ മുട്ട ഒരു തരം. പിന്നെ ചീമുട്ട എടുത്ത് എറിയണം. എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ. കാശിനെ ഞാൻ മക വെച്ച് തരികയല്ല. കാര്യമായിട്ട് പറയും. ദൈവത്തിന് മഹത്വം. ഇതിപ്പോ കള്ളന്മാരുടെ ഗുഹയാക്കി ബിസിനസ്സാണ്. മുഴുവൻ ബിസിനസ്സാണ്. ഇപ്പൊ നമ്മൾ യോഗം നടത്തിയാലും എല്ലാം ബിസിനസ് മൈൻഡിലല്ലേ. പാട്ടുകാരെ വിളിക്കുമ്പോഴും ബിസിനസ്സാ. നിങ്ങൾക്ക് 3 ദിവസത്തെ എത്രയാ? ഉടനെ പറ ഇത്ര. ഉടനെ കമ്മിറ്റിക്കാരൻ പറയാം അത് നിൽക്കുക, നമുക്ക് മറ്റേതൊന്ന് ചോദിക്കാം. അയച്ചോടെ ഉടനെ താത്ത് പിടിക്കുന്ന ആരേലും ഉടനെ താത്ത് പിടിച്ചു. ഉടനെ അവൻ പറഞ്ഞു അതിന് ചെയ്യാം. അപ്പൊ തന്നെ അവൻ 2 ബോക്സ് കൊണ്ടുവരികയല്ല. അല്ലേലിയാന്ന് പറയുമ്പോൾ അളിയാന്ന് വെളിയിൽ കേൾക്കും. ഇങ്ങനല്ലേ പരിപാടി നടക്കുന്നേ. മുഴുവൻ ബിസിനസ്സാണ്. ഭക്ഷണത്തിൻ്റെത് ഭക്ഷണം പറഞ്ഞ ദൈവമക്കൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. അത്ര ഒന്നും കൊടുക്കണ്ട. സാമ്പാറിനകത്ത് കഷണം അധികം വേണ്ട. ചാറ് വേണമെന്നേ ഉള്ളൂ. ഒഴിക്കുമ്പോൾ നേരെ എല്ലാം നെയ്യാറ് ഒഴുകി പോകും പോലെ പോവുക. മീന് ഏതാ കുറവുള്ളത്, വില കുറവുള്ളത്? തോമസ് പിടിച്ചാൻ അറിയാം. പുള്ളി അറിയാം. അതൊക്കെ എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട് ഇത് പറയാൻ. അതുകൊണ്ടാണ് ഇത് പറയാന്. ഞങ്ങളുടെ ഇവിടെ സഭായോഗത്തിന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ദൈവകൃപയാല് ദൈവം കൊടുക്കുന്നതാ. മീൻ മേടിക്കാൻ മീൻകാരനാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പായ്പാട്ട് ചന്തയിലെ മീൻകാർക്ക് അറിയാം. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 400 ഗ്രാമിൽ കുറയരുത്. 40 ഗ്രാം 40 ഗ്രാം 50 ഗ്രാം ആയിരിക്കണം ഒരു പീസ്. 50 ഗ്രാം. 1 കിലോ മീൻ മേടിച്ചാൽ 20 പീസ് കാണും. കൊടുക്കുന്നെങ്കിൽ വൃത്തിയായിട്ട് കൊടുക്കണം. ഇത് അച്ചാറിന് ഉറുക്കുന്നത് പോലെ മീൻ നുറുക്കി വെച്ച് സ്പൂണിട്ട് മേളിൽ കൂടെ ഓടിക്കുക. തരട്ടെ. മീനെ തൊടുന്നില്ലല്ലോ. ചാറ് കോരി അവൻ്റെ മോന്തയിൽ ഒഴിച്ച് ദേഹത്തും വേണം. എടാ കൊടുക്കുന്നെങ്കിൽ ചൊവ്വിനെ കൊടുക്കണം, നന്നായിട്ട് കൊടുക്കണം. വളച്ചിലെടുക്കരുത് നന്നായി പറഞ്ഞത്. ഇതിനകത്ത് മുഴുവൻ ബിസിനസ്. അപ്പൊ നിങ്ങൾ പറയാം പാസ്റ്ററിൽ ഇഷ്ടം പോലെ. അത് ദൈവം അറിയുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം വഴിയൊരുക്കും. ഉപദേശ വിഷയമാണെങ്കിൽ ആ പദം ഞാൻ ഇങ്ങോട്ട് എടുക്കുക. രക്ഷയ്ക്കായിട്ട് കാക്ഷിക്കുന്നവനെ അതിനകത്താക്കും. അപ്പൊ നമുക്കൊരു ആകാംക്ഷയും താല്പര്യവും ഉണ്ടെങ്കിൽ അതിന് ദൈവം വഴിയും തുറക്കും. ദൈവം വഴി തുറന്ന്, ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു
ദൈവം വഴിയൊരുക്കി തരും. ആട്ടാ, ഞാനിങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ദൈവത്തെ ശീലോവോട് ചെയ്തതൊക്കെ ഒന്ന് ഓർക്കണേ. കള്ളന്മാരുടെ ഗുഹയാക്കിയത് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അടിച്ച് ദൂരോട്ട് കളഞ്ഞു ദൈവം. ആണ്ടാ 15-ാം വാക്യം വായിച്ച 7:15 യിരെമ്യാവ്. നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എന്റെ നാമം വിളിച്ചിരിക്കുന്ന നിങ്ങളുടെ സകല സഹോദരന്മാരുമായ എബ്രയീം സന്തതിയെ ഒക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ. 14-ാമത്തവനെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്നത് ഇപ്പൊ പറയാ അവനെ ഞാൻ തള്ളിക്കളഞ്ഞെന്ന്. അവനെ തള്ളിക്കളയാൻ ഒത്തിരി കാര്യമുണ്ട്. പ്രധാനമായിട്ട് 3 കാര്യമാ. ഹോശിയ 4:17 വായിച്ചേ. ഇവനെ തള്ളിക്കളയാൻ പ്രധാനപ്പെട്ട 3 കാര്യം. ഒത്തിരി ഉണ്ട്, പ്രധാന 3 കാര്യം. ഹോശിയ 4:17. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. അതാ തള്ളിക്കളയാൻ ഒരു കാര്യം. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. മദ്യപാനം കഴിയുമ്പോൾ 2 മദ്യപാനം, 3 അവർ പരസംഗം എന്ന 3 കാര്യം പ്രധാനം. വിഗ്രഹസേവ, മദ്യപാനം, പരസംഗം. സ്റ്റാർട്ടിങ്ങിലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത് തുടങ്ങിയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ നടുമുറിക്കകത്തായത് അമ്പരാൻ ദൂരോടെടുത്ത് പോകും. ഞാനാന്നേലും നിങ്ങളാന്നേലും ആരാന്നേലും പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ നിന്നെ മാറ്റിവെച്ച് വേറെ ആളെ ദൈവം കയറ്റും. അന്നേരം അതിലെല്ലാം നടന്നു പറഞ്ഞ് ഞാൻ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലാണ് തുടങ്ങിയത്, ഞാൻ കഷ്ടപ്പെട്ടതാ. അതൊക്കെ നല്ല കാര്യം, ഒക്കെ നല്ല കാര്യം. വിശ്വസ്തരായിട്ട് നിൽക്കണം. എല്ലാ കാര്യത്തിലും വിശ്വസ്തയോടെ നിന്നു ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാകും. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യം പറയും. എപ്പോഴാണ് പ്രസംഗം നിർത്തേണ്ടത്? ഇത് കറക്റ്റാണോ? അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് സങ്കീർത്തന പുസ്തകമാണ്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. ഒരു കാര്യം പ്രാരംഭത്തിൽ പറയാ, ഈ വേദപുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഇതിലെ പ്രധാനപ്പെട്ട പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 എല്ലാവർക്കും മനപ്പാഠമാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. അവൻ സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം. സകല മനുഷ്യനും ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന് മഹത്വം, അതാ ദൈവത്തിന്റെ തിരികിതം. 3 വാക്യം വായിച്ചോ, അത് അറിവുള്ള വാക്യമാ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യവും സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം. 3 വാക്യം വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ സകലരും രക്ഷിക്കപ്പെടണം. ഇനി സഭാപ്രസംഗി 12-ന്റെ ഒടുവിൽ ഒടുവിലത്തെ ചെറിയ കണ്ണിക 18 തോന്നുന്നു. എന്നെ താളം മറിഞ്ഞെന്ന് അടുത്ത കാലത്ത് അവിടെ വായിച്ചില്ലേ? എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എല്ലാത്തിന്റെ സാരം കേൾക്കുക, നീ ദൈവത്തെ ഭയപ്പെടുക, അവിടുത്തെ കൽപ്പനകളും പ്രമാണിക്കണം. ഇനി മീഖ 6:8 വായിച്ചേ ദൈവദാസനെ. മീഖ 6:8. ഇത് പുതിയ ബൈബിളാണോ? അതാ ഈ താള് മറിച്ചിട്ടൊന്നും കിട്ടാത്ത. അതാ 6:8. നല്ലത് എന്തെന്ന് മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിനക്ക് കാണിച്ചു തന്നത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവിനെയാ. ആമേൻ. നിനക്ക് കാണിച്ചു തന്നിരിക്കുക. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപത്തിനെ ഉയർത്തി കാണിച്ചിരിക്കുക. നല്ലതെന്തെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ ഒന്ന്, നീ ന്യായം പ്രവർത്തിക്കണം. അന്യായത്തിന് കൂട്ടു നിൽക്കരുത്, അന്യായവും പ്രവർത്തിക്കരുത്. കള്ളത്തുലാ സഹോവയ്ക്ക് വെറുപ്പാ. ത്രാസുമൊക്കെ കറക്റ്റ് ആയിരിക്കണേ. ബിസിനസ് കച്ചവടമൊക്കെ ചെയ്യുന്നവർ കൃത്യമായിരിക്കണം. വെട്ടുമേനിയൊന്നും കാണിക്കരുത്. ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അന്നേരം എടുക്കരുത്, ഇട്ടേച്ചാ നോക്കണം. എടുത്തിടുമ്പോൾ ഒരു ഉണ്ടല്ലോ, അന്നേരം എടുക്കരുത്. ഇപ്പൊ നമ്പർ കാണിക്കുക, അതിനകത്തൊക്കെ കൃത്രിമം ഉണ്ടെന്ന്.
മേളിൽ ഒരുപത്തിന് ഇരിപ്പുണ്ട്. ആമേൻ. അന്യായമായിട്ട് ധനം സമ്പാദിച്ചാൽ അങ്ങനെയുള്ളവൻ താഴെയിരിക്കാത്ത മുട്ടമേൽ പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷി. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുപ്തരായോർ ഭൂതനങ്ങളെ. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുപ്തരായോർ ഭൂതനങ്ങളെ. ചേർത്തു കൂട്ടിക്കിട്ടാതനങ്ങളിൽ മേൽ ഒരുമിരുന്നായവ ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളാൽ പുറപ്പെടുന്നാർത്തനാഥനെ. എന്നവിടെ വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരുവാൻ. എന്നവിടെ വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരുവാൻ. അപ്പൊ താനിടാത്ത മുട്ടമേ പൊരുതിരിക്കുന്ന തിത്തിരി പക്ഷിയാ. അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. മറ്റുള്ളവനെ ചതിക്കരുത്, വഞ്ചിക്കരുത്, അതിര് മാന്തരുത്. ചേട്ടനോ ചേട്ടത്തിക്കോ അനിയനോ അനിയത്തിക്കോ പെങ്ങൾക്കോ ആർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൃത്യം കൊടുക്കണം. കള്ളയാധാരം ഉണ്ടാക്കരുത്, കള്ളയൊപ്പിട്ട് മേടിക്കരുത്. അപ്പനും വല്യപ്പനും ജാഗാറായപ്പം മമതയും സ്നേഹവും കൂടുതൽ കാണിച്ച് കുറുക്ക് കൊടുത്തപ്പം വിരൽ പിടിച്ചൊരു അമക്ക്. കുറുക്കും അമുക്കും. അങ്ങനെയൊക്കെ നീ കള്ളയാധാരം ഉണ്ടാക്കി വെണ്ടറ കുഞ്ഞുഞ്ഞുമായിട്ട് പോയി ഒപ്പിച്ച് കരമടച്ച രസീതൊക്കെ ട്രങ്കിനകത്തുണ്ട്. പക്ഷേ ഗുണം വരികയില്ല. എൻ്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. യായത്തിന് മനസ്സൊന്നും വെക്കരുത്. യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് നിഷ്കളങ്കനായിട്ട് നടന്ന് നീതി പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ വല്ലതും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രി അത് ക്രമീകരിച്ചേ നാളെ തിരുമേശ എടുക്കാവൂ. അല്ല ഇവിടെ വന്ന് എലി വശം തിന്നുമ്പോൾ അടിച്ചതിൻ്റെ ഇടപാട് തീർക്കും ദൈവം. എന്നാ ചൂട് പിടിച്ചിരിക്കുക, ചെറിയേറെ തന്നേക്കാം കുടിക്കാൻ. അതിനുള്ള നല്ലത്. അതിന് താഴോട്ടിറങ്ങി നാരങ്ങാ വെള്ളം മേടിച്ച് കുടിച്ചോണം. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ അതിൻ്റെ പ്രമാണമാണ്. കൈയൊക്കെ നല്ല വെടിപ്പാ. എന്നാ അവനെ തെറ്റിയോ? അല്ലെന്നാ മോൻ തുടങ്ങുന്നത്. ദൈവത്തിന് മഹത്വം. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. അന്യായമായിട്ടൊന്നും കാണരുത്. ഇതിൻ്റെ കൂടാരത്തിൽ കാണരുതെന്ന്. ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യ ന്യായം ന്യായം പ്രവർത്തിപ്പാനും ന്യായം പ്രവർത്തിക്കണം. അന്യായത്തിന് കൂട്ടു നിൽക്കരുത്. പിന്നെ ദയാതൽപരനായി ദയ ഉണ്ടായിരിക്കണം. ദയാതൽപരനായിരിക്കണം. സഹജീവികളോട്, മറ്റുള്ളവരോട്, എല്ലാവരോടും ഒരു ദയ അനുകമ്പയൊക്കെ ഉണ്ടായിരിക്കണം. ദൈവത്തിന് ദയ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എൻ്റെ അവരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. വിലാപങ്ങൾ വായിക്കുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ആട്ടെ, ദയാതൽപരനായിട്ടിരിക്കാൻ. പിന്നെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. താഴ്മയോടൊക്കെ നടക്കണം. മറ്റുള്ളവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും ആദരിച്ചും ഒക്കെ ഒരു വിനയവും താഴ്മയൊക്കെ വേണ്ടേ? പ്രായമുള്ളവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുകയും, ഇപ്പം പ്രായമുള്ള ഒരാൾ വരുമ്പോൾ നമ്മളിരിക്കുക അതിലൊന്ന് എഴുന്നേറ്റ് കൊടുക്കുകയും, നടക്കാൻ മേലാത്തവർക്ക് ഇച്ചിരി കട്ടനെടുത്ത് അവരിയ്ക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുകയും അവരുടെ ഇഷ്ടമനുസരിച്ച്. ഇപ്പം ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് ഞാൻ സഭയിലുമൊക്കെ പറയും, പ്രായമുള്ളവരുണ്ട് അവിടെ ഇരിക്കെ ഇന്നതാ ഭക്ഷണം, അപ്പച്ചൻ അമ്മച്ചിക്ക് എന്തോ വേണം ഞാൻ കൊണ്ടുതരാം, ഇതൊക്കെ ചെയ്യണം. അല്ല നമ്മൾ ഓടി അങ്ങോട്ട് ചെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് നേരെ പോയി, ഇതൊന്നും ശരിയായ നടപടിയല്ല. ആരോട് പറയാനാ? പണ്ട് ഒരാൾ പറഞ്ഞ പോലെ പോട്ടെ. പണ്ടൊരുത്തം പറഞ്ഞ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ചാലോ? അമരകോശം ബ്രഹ്മാണ്ടം കോടിടാണ്ടം പ്രകടിത ഘടകം തൽപ്പലാണ്ടം തൃണാണ്ടം പണ്ടം പണ്ടം പണ്ട ഘടകടമ്പ്. അതെവിടാ വായിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ തിരിയുന്നില്ല. പിന്നെ ഇത് പറഞ്ഞിട്ടൊന്നും വലിയ പിന്നെ ആരെങ്കിലും ഗുണമാകുക ആകട്ടെ. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. മൂത്തവരോട് ബഹുമാനിച്ച് വേണം സംസാരിക്കാൻ. അപ്പനെ അമ്മയും നിന്ദിക്കരുത്. പ്രായമുള്ളവർ അവർക്ക് പ്രായത്തിൻ്റെതായ ചില ഒക്കെ കാണും, ഇല്ലെന്നൊന്നും പറയത്തില്ല. ഇപ്പം നിങ്ങൾ പറയാം തനിക്ക് പറഞ്ഞേച്ച് പോയാൽ മതി, എന്നാ സൈസാന്നറിയാമോ? ആട്ടെ, സൈസ് എന്തുവായാലും നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച തള്ളയല്ലേ? നീ ഒരു ദിവസമെങ്കിലും മുലപ്പാൽ കുടിച്ചതല്ലേ? അതിന് നന്ദി വേണ്ടേ? ഒക്കെ വേണം. സ്തോത്രം. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങളുടെ ഉപ്പാപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. പകല് ഒരു 11 മണിക്ക് മരിച്ചു. അപ്പം പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, എപ്പോഴാണ് അടക്കുന്നത്? ഞാൻ പറഞ്ഞു നാളെ അടക്കാം, വെളിയിൽ നിന്നൊന്നും ആരും വരാനില്ല.
അതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ. എന്നാലും നാളെ അടക്കാം, ഇപ്പോൾ 11-ന് മരിച്ചതല്ലേ ഉള്ളൂ, ഇപ്പോൾ അടക്കണ്ട. അപ്പോൾ ഉപ്പ പറഞ്ഞു എന്നാൽ നമുക്ക് മോർച്ചറി ഹോസ്പിറ്റലിൽ കൊണ്ടുവെക്കാം. ഞാൻ പറഞ്ഞു വെക്കുന്നില്ല, ഇവിടെ വെക്കും, വീട്ടിൽ വെക്കും. യോ ആരിരിക്കും രാത്രി? ഞാൻ പറഞ്ഞു ഞാനിരിക്കും, നിങ്ങളാരും ഇരിക്കണ്ട, ഞാനിരുന്നോളാം. കാരണം എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ 2ാമത്തെ പ്രസവത്തിൽ ഞങ്ങൾ 3 ആൺകുട്ടികൾ ഒരു മാംസക്കഷണവുമായിരുന്നു. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു 3-4 മാസമായി കഴിഞ്ഞ് അമ്മ കട്ടിലേക്ക് കിടന്നിട്ടില്ല. ഇരിക്കാൻ വയറ് ഉള്ളത് കൊണ്ട് അമ്മമാർക്കറിയാം, ഇരുന്നാ ഉറങ്ങുന്നത്. കണ്ടമാനം വയറുണ്ട്. 3 ആൺകുട്ടികളും ഒരു മാംസക്കഷണവും, 2 കിലോ ഉള്ളൊരു മാംസക്കഷണവും, അതും അന്നത്തെ കാലത്ത്. അപ്പം വല്യമ്മച്ചി ഒരു കസേര ഇട്ട് കൊടുക്കും, ഒരു കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കും. അങ്ങനെ ബാക്കിയുള്ള 4 മാസത്തിന് ശേഷം എത്രയോ ദിവസം ഉറക്കം വളച്ച അമ്മ ഇരുന്നേ. ആ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊരു ദിവസം ഉറക്കം വളയ്ക്കാൻ മേലെ ഞങ്ങളുടെ വല്യമ്മ പറമ്പിൽ കളസോ ഇട്ടുകൊണ്ട് പുത്തകമായിട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ചെല്ലും പറഞ്ഞ അയ്യോ ആരാ ഉറക്കം? എടാ നിനക്ക് വേണ്ടി നിന്റെ തള്ള എന്തും വേണ്ട ഉറക്കം വളച്ചതാ. നിന്റെ അപ്പൻ ഉറക്കം വളച്ചല്ലയോ കൂന്താലി എടുത്ത് തെങ്ങിനും കപ്പയ്ക്കും ഒക്കെ കളച്ച് നിന്നെ വളർത്തിയത്. നിനക്കിപ്പോൾ ഇച്ചിരി വാല് കളിച്ചു, അത് സമ്മതിച്ചു. നിന്റെ പിള്ളേരിപ്പം വിദേശ പേർഷ്യയെ പോയി ഇച്ചിരി 10 പുത്തനുമൊക്കെ കിട്ടി. ഇപ്പം നിനക്ക് ഇച്ചിരി കുന്തളിപ്പുണ്ട്. പണ്ട് തള്ള പറഞ്ഞില്ല, കുണ്ട കാണാത്ത കുണ്ട് കാണുമ്പം കണ്ട കുണ്ടെല്ലാം ദേവലോകം. ഇപ്പം ഇച്ചിരി കിട്ടിയതിൻ്റെ ഇളക്കമാണ് നിനക്ക്. പക്ഷേ പഴയതൊന്നും മറക്കരുതെന്നായി പറഞ്ഞേ. ഒന്നും മറക്കരുത്. ആട്ടെ, വിഷയം വിട്ടു പോകുന്നു. ദൈവത്തിന്റെ ദയയാ. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ താഴ്മയോടെ നടക്കണം. ഇതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പുസ്തകത്തിലെ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിനകത്ത് പ്രതിപാദ്യ പുരുഷൻ സർവരെയും രക്ഷിക്കുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു, അതാ ഈ സുവിശേഷം. യേശു ക്രിസ്തു അതാ സുവിശേഷം. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം സുവിശേഷമാണ്. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. നമുക്കറിവുള്ള വാക്യമാണ് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എല്ലാവർക്കും മനഃപാഠമായി. എന്നിരുന്നാലും ഇതുള്ളതാണെന്ന് അറിയാൻ വേണ്ടി വായിച്ചോ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്താണ് സുവിശേഷം? വായിരെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ശുഭമെന്നല്ല. മിക്കവരെ പറ്റി അങ്ങനെ ജനിച്ചു മരിച്ചു ശുഭം. ഇത് ശുഭമല്ല. ആർക്ക് ശുഭം? മരിച്ചവനാന്നോ ഇരിക്കുന്നവർക്കാന്നോ ശുഭം? ഇത് ജനിച്ച് മരിച്ചിട്ട്, അടുത്ത പദം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ വന്ന് ആരും ഉയർത്തിട്ടില്ല. ജനിച്ചു സത്യം, ജീവിച്ചു അതും സത്യം, മരിച്ചു അത് സത്യം, അടക്കപ്പെട്ടു അതാ കുറച്ചുകൂടെ നല്ലത്. ഏതാ? പെട്ടു. അങ്ങനെയാണല്ലോ ധനവാൻ പെട്ടെന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെ തന്നെ ധനവാൻ പെട്ടു അടക്കപ്പെട്ടു. പുള്ളി പെട്ടു അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. വായിച്ച് 16:19 അല്ലേ ലൂക്കോസ്? ആമേൻ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും, കഥയൊന്നുമല്ല, കെട്ടുകഥയല്ല, ഉമ്മാക്ക് കഥയൊന്നുമല്ല, ഉള്ള കാര്യം ഉണ്ടായിരുന്ന. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ ഭയങ്കര സുഖിമാനായിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ, ഭാഗം പിടിച്ചവനെ, വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാര് വന്ന് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മരിച്ചപ്പോൾ ദൂതന്മാര് വന്നു. അടുത്തത് ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പുള്ളി പെട്ടു. ആമേൻ. കണ്ടമാനം സുഖിച്ചാൽ നീ പെടും. പണ്ട് ആശാരിപദേശിയാന്ന് ഒന്ന് പാടിയ ഒരു വരി എനിക്കറിയാവുള്ളൂ. അനിലിനറിയാമെങ്കിൽ എടുത്ത് പാടിക്കോണം. സുഖമായി വാഴാമെന്ന് നിനച്ചിടണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. സുഖമായി വാഴാമെന്ന് നിനച്ചിടണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. മതി.
കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ പുള്ളി നന്നായിട്ട് സുഖിച്ചു, ആഡംബരത്തോടെ സുഖിച്ചു പൊളച്ചേ. യാക്കോബിൽ പൊളച്ചെന്നൊക്കെയാ കൊടുത്തിരിക്കുന്നത്. എന്തുവാ? ലക്ഷറി ലൈഫ്. ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ. തെറ്റിയോ തോമസ് കുട്ടിച്ച? ഭയങ്കര ലക്ഷറി ലൈഫാണ്. പക്ഷേ ആള് പെട്ടു. അത് താഴത്തെ വാക്യത്തിലുണ്ട്, യാതനാസ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി മേളിലോട്ട് നോക്കുന്നത്. ജീവിച്ചപ്പോൾ സൂചിച്ചപ്പോഴൊന്നും മേളിലോട്ട് നോക്കിയില്ല. മേളിൽ ഇരുന്ന് സുഖിച്ച സമയത്തൊന്നും സുഖിച്ചപ്പോഴല്ലേ മേളിലോട്ട് നോക്കണ്ടേ? പന്നി അങ്ങനെ ജീവിക്കുന്ന കാലത്തൊന്നും മേളിലോട്ട് നോക്കുകയല്ല. തേറ്റാ കൊണ്ട് കുത്തി കളക്കി. അവസാനം ഈ അങ്കമാലി സൈഡിലൊക്കെ അങ്ങനെ ലാസ്റ്റ് ഈശ്വരന് തലേന്നോ ക്രിസ്മസിനൊക്കെ ഇവനെ 4 കാലും കൂച്ചി കെട്ടി ഒരു കമ്പ് വെച്ചേച്ച് 2-3 പേര്. അന്നേരം പുള്ളി ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ. പകലിന് എത്ര ചന്ദ്രബിംബം എത്ര മനോഹരമായിട്ടിരിക്കുന്നു, നക്ഷത്ര ജാലങ്ങൾ. ദൈവത്തിൻ്റെ ധനമേ ജ്ഞാനമേ. ഇപ്പോഴാ പുള്ളി. പക്ഷെ നോക്കിയേച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഇതാ പലരുടെയും ഗതി. ആയുസുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ഓജസ്സുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, കരുത്തുള്ളപ്പോൾ ഒന്നും മേളിലോട്ട് നോക്കത്തില്ല. ഇയാൾ ഈ സുഖിച്ച സമയത്ത് മേളിലോട്ട് നോക്കിയിരുന്നെങ്കിലോ? പക്ഷേ ദൈവമക്കൾക്ക് തരുന്ന നിർദ്ദേശം എന്നാണെന്നറിയാമോ? നീ എല്ലാ സമയവും സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്ത് ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ ചേർന്ന് പാട്. ഇന്ന് രാത്രി നിന്റെ കൺകളെ സ്വർഗത്തിലേക്ക് ഉയർത്തണം. ഉയരത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവൻ, നിന്നെ രക്ഷിക്കുന്നവൻ, സഹായിക്കുന്നവൻ, വീണ്ടെടുപ്പാൻ കഴിവുള്ള ഒരുവൻ. അവന്റെ സന്നിധിയിലേക്ക് കൺകൾ ഉയർത്തണം. ഇയാളെ ജീവിച്ച കാലത്ത് സുഖിച്ച് പൊളച്ച് അത് മേലോട്ടൊന്നും നോക്കിയില്ല. ചത്ത് കഴിഞ്ഞ് അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോ പുള്ളി അന്നേരം അബ്രഹാം പിതാവിന്റെ മടിയിൽ ലാസർ ആശ്വസിക്കുന്നു. ഉടനെ പുള്ളി പറഞ്ഞു, പിതാവേ പുള്ളിയെ ഇങ്ങോട്ടൊന്ന് അയക്കണം. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അയക്കണമേ. പിതാവേ പാപിയാകുന്ന അടിയനോട് കരുണ തോന്നണമേ. അപ്പൊ പിതാവ് എന്നാ പറഞ്ഞേ? പാപ്പച്ചാ ഇവിടുന്ന് അങ്ങോട്ട് വരാനൊന്നും വഴിയുമില്ല, പുഴയുമില്ല. പാപ്പച്ചാ നീ പെട്ടുപോയി. പിതാവേ ഞാൻ പെട്ടത് ഇപ്പോഴാണ് അറിഞ്ഞത്. ആ ലാസറച്ചനെ ഇങ്ങോട്ടെന്ന് കേണമേ. ഉടനെ പിതാവ്, പാപ്പച്ചാ നീ അവിടെ കിടന്ന് കാലം കഴിഞ്ഞിട്ട് പഠിക്കുന്നതല്ലേ, എനിക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, എവനെയും വിടാനൊക്കത്തില്ല. പാപ്പച്ചാ നമ്മുടെ ഇടയിൽ ഒരു വലിയ പിളർപ്പുണ്ട്. ഉടനെ പിതാവേ അങ്ങനെയാണെങ്കിൽ ലാസറിന്റെ അണിവരല് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ. ഞാനിവിടെ യാതന അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഉടനെ പിതാവ്, അബ്രഹാം പിതാവ്, എടാ മണിച്ച ധനവാൻ, അതാ മണി, പിന്നെ മണിച്ചൻ,
മണിയച്ചാ ഇവിടുന്ന് അങ്ങനെ വെള്ളത്തും വരലും മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിക്കാനൊക്കത്തില്ല മണിയച്ചാ. ഉടനെ മണിച്ചൻ, പിതാവേ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ആ ദേശത്തെ പ്രബലമായ കുടുംബമാണ്. എൻ്റെ 5 സഹോദരന്മാര് വീട്ടിലുണ്ട്. അവന്മാരും അടിച്ച് പൊളിച്ചിരിക്കുകയാണ്, അവന്മാരും സുഖിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലാസറച്ചനെ ഞങ്ങളുടെ വീട്ടിലേട്ട് അയക്കണമേ. ഉടനെ പിതാവ്, ബാബുജ അങ്ങനെ വീട്ടിലോട്ടും നാട്ടിലോട്ടും ഒന്നും വിടാൻ പറ്റുന്ന ഇടമല്ല, വന്നത് വന്നു, നീ പെട്ടു. എടാ, ജീവിച്ചിരിക്കുമ്പോ നീ ദൈവത്തെ വിളിക്കണം. അതിന് ദൈവം നിനക്ക് ഇന്ന് രാത്രി അവസരം തരിക. ഇത് രക്ഷാദിവസമാണ്, ഇത് സുപ്രധാന കാലമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു രക്ഷകനാ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. നിൽക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത്, ഇരിക്കുന്ന കിടത്തിരുന്ന് ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്ക. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, ഓ രക്ഷകനേശു താൻ വഴിയേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ആ കെട്ടിയ വീടോ നീലം പൊരുളോ കണ്ടിടുമുറ്റോരുടയവരും. ഓ കെട്ടിയ വീടോ നീലം പൊരുളോ കണ്ടിടുമുറ്റോരുടയവരും. ഓ കൂടുവിട്ടു നീ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. കൂടുവിട്ടു നീ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പോൾ അവസരം നഷ്ടപ്പെടുത്തി കളയരുതെന്നായി പറഞ്ഞതിന്റെ അർത്ഥം, ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. ആട്ടെ, ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് വരാതെ ഒക്കുവുള്ള ദൈവം 2 കാര്യമെങ്കിലും പറയണമല്ലോ. 150 സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം വളരെ പ്രയോജനപ്രദമുള്ള സങ്കീർത്തനമാണ്. ഈ 2ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണെന്ന് ആ ഭാഗത്ത് തെളിയുന്നുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് 4-ാം അധ്യായത്തിന്റെ 23 വിട്ടയ ശേഷം അവർ കൂട്ടാളികളെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതൻ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 വിട്ടയ ശേഷം കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന്. ഇതിനകത്ത് എന്തൊക്കെയാ ഫോട്ടോയൊക്കെ ഇരിക്കുന്നത് ബൈബിളിനകത്ത്? അത് ഞാൻ കണ്ട്. ഇത് വിട്ടുകഴിച്ച ശേഷം അവർ കൂട്ടാളികളെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതനും മൂപ്പന്മാരും ഞങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ. അടുത്ത പദം, ഇത് 2ാം സങ്കീർത്തനം 1-ാം വാക്യമാ. ജാതികൾ കലഹിക്കുന്നതുമായി വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു. വാക്യം കൂടെ വാക്യം എന്നെ നോക്കാം. എന്ന് നിന്റെ ദാസനായ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 2ാം സങ്കീർത്തനം ദാവീദ് എഴുതി. ഇങ്ങനെ പേര് രേഖപ്പെടുത്താത്ത പല സങ്കീർത്തനവും ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം. അങ്ങനെ പഠിക്കുമ്പോൾ 150 സങ്കീർത്തനത്തിൽ 100 സങ്കീർത്തനവും ദാവീദ് എഴുതി. സങ്കീർത്തനങ്ങളെല്ലാം വളരെ പ്രയോജനപ്രദമാണ്. ഈ സങ്കീർത്തനത്തിന്റെ വിശേഷത എന്നാ? അയ്യോ, സങ്കീർത്തനത്തിലെല്ലാം നമ്മുടെ കർത്താവിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുക. അത് കർത്താവ് തന്നെ പറഞ്ഞല്ലോ. എമ്മബസിലേക്ക് 2 എണ്ണം പോയല്ലോ, ക്ലയോപ്പാവും മറ്റേ ആളാരാന്നാ പറഞ്ഞത്? യോഹന്നാനാണോ മർക്കോസാണോ ലൂക്കോസാണോ? ആരാ? ഒന്ന് ക്ലയോപ്പാവാ. ആരേലും ആട്ടെ, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇഞ്ചു പക്ഷവും കൊഞ്ചു പക്ഷവുമാണ്. അപ്പോ 2 പേര് എമ്മബസിലോട്ട് പോവുക. അപ്പോ തർക്കിച്ചും വാദിച്ചുമായി പോകുന്നത്. തർക്കവും മാതവും കൂടുമ്പോൾ ഓർത്തോണം പിന്മാറ്റത്തിലോട്ടാ.
സഭയ്ക്കകത്തൊക്കെ കണ്ടമാനം തർക്കിക്ക് ഓർത്ത് അവൻ പിന്മാറ്റക്കാരനാ. വാദിക്കുമ്പോഴൊക്കെ ഓർത്തോണം, ആത്മീകൻ ഇതിന്റെ പുറകെ ഒന്നും പോകുകയില്ല. അപ്പൊ യേശുദാനും കൂടെ നടന്നു. നിങ്ങൾ ആരെ പറ്റിയായി പറയാനാ? അയ്യോ അറിഞ്ഞില്ലയോ? ഇല്ല. എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ 2-3 കൊല്ലമായിട്ട് ഒരാടെ കൂടെ പിന്നെ സെൻറ്ററിലായിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്നെ പിടിക്കും, ക്രൂശിക്കും, ഉപദ്രവിക്കും എന്ന്. ഞങ്ങൾ അത്ര അതിനങ്ങ് അയ്യോ പറഞ്ഞ പോലെ ഒത്ത് അയാളെ പിടിച്ചു. ആകെ പ്രശ്നമായി. ഞങ്ങൾ ഓടി. അവസാനം പുള്ളിയെ കൊണ്ട് കൊന്ന് കല്ലറ വെച്ചു. പുള്ളി അതും പറഞ്ഞായിരുന്നു ഉയർക്കുമെന്ന്. ഞങ്ങൾ അന്നേരം ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് വിശ്വാസമൊന്നും വന്നില്ല. ഈയിടെ ഞങ്ങളുടെ സഹോദരിമാർ 3-4 അവിടെ ചെന്ന്, സൂസന്നെയും യോഹന്നെയും ശലോമയും മറ്റേ മറിയേയും പെണ്ണുങ്ങൾ അവിടെ ചെന്നേച്ച് പറഞ്ഞ് ഉയർത്തെന്നും പറഞ്ഞ് വന്ന് ആകെ മുഴുവൻ പൊല്ലാപ്പായി. തന്നെ ഇപ്പം ഞങ്ങളെ ആര് കണ്ടാലും നോട്ട് ചെയ്തിരിക്കുക. അവിടെ ഞങ്ങളിപ്പം അവിടെ നിന്ന് അന്നേരം കർത്താവ് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. അങ്ങനെ തിരുവെഴുത്ത് തെളിയിച്ചു കൂടുതൽ സങ്കീർത്തനത്തിലും തന്നെ പറ്റി എഴുതിയത് തെളിയിച്ചു കൊടുത്ത 44 വായിര് 24-44 ലൂക്കോസ്. ഏതാ എടുത്തത്? വായിച്ചു. ആമേൻ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു ഡയറക്റ്റ് പറഞ്ഞതാ. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിൽ എന്നെ പറ്റി എഴുതി. അന്നേരം വായിപ്പോ കുറെ വട്ടന്മാര് പറഞ്ഞ സങ്കീർത്തനം വായിക്കരുതെന്ന്. അവനൊക്കെ കിറുക. എടാ, യേശു നേരിട്ട് പറഞ്ഞതാ എന്നെ പറ്റി സങ്കീർത്തനത്തിൽ എഴുതിയെന്ന്. അന്നേരം പൊട്ട പറയാ വായിക്കരുത്. അത് മേടിച്ചിപ്പോ നമ്മുടെ ഉപദേശിമാര് ചിലര് ഒന്നും വായിക്കുന്നുമില്ല. അവനും വട്ട അങ്ങനാന്നല്ലോ. കന്ന് ചെന്നാ കന്നും കൂട്ടത്തിലല്ലാതെ മുമ്പേ ഗമിച്ചിടനെ ഗോവ് തന്റെ പിമ്പേ ഗമിക്കും. മുമ്പിൽ നടക്കുന്ന ചേട്ടനെ പോലെ പിമ്പിൽ നടക്കുന്ന തമ്പിമാരെല്ലാം കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെ പറ്റി സങ്കീർത്തനത്തിൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റിയാ. അറിയാമല്ലോ, 2:12 അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, പുത്രനെ പറ്റി എഴുതിയിരിക്കുന്നത്. 22-ാം സങ്കീർത്തനം നിങ്ങൾക്ക് അറിയാം. 11 മുതൽ കഷ്ടമെടുത്തിരിക്കുകയാൽ എന്നെ വിട്ട് അകന്നിരിക്കരുത്. സഹായിപ്പാൻ മറ്റാരുമില്ല. അനേകം കാളകളെന്നെ വളഞ്ഞു. ഭാഷാൻ കൂറ്റന്മാർ സ്പൂപിച്ചുകൊണ്ട് അലറുന്ന സിംഹം പോലെ എന്നെ നേരെ വായു വിളർക്കുന്നു. അറിയാമല്ലോ, ഇതെല്ലാം നമ്മുടെ കർത്താവിനെ പറ്റിയാ. എന്റെ പ്രാണന ശേഖരം പോലും എനിക്കെതിരായിട്ട് കുതികാല് ഉയർത്തി. എല്ലാം കർത്താവിനെ പറ്റിയല്ലേ. അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഓടിച്ച് മുമ്പോട്ട് പോകുക. 150 സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ടാണ്. 1-ാം പുസ്തകം 1 മുതൽ 41 വരെ. 42-ന്റെ മേള് വായിച്ചേ, 41-ന്റെ തൊട്ട് താഴെ വായിച്ചേ സങ്കീർത്തനം. അതല്ലെന്നത് ഇത് വായിക്കാൻ. 2-ാം പുസ്തകം. അപ്പൊ 1-ാം പുസ്തകം എവിടെ മുതൽ എവിടം വരെ? 1 മുതൽ 41 വരെ. ഇനി 73-ന്റെ മേള് വായിച്ചേ. മൈക്കിൽ കൂടെ വായിക്കാൻ നിങ്ങൾ എടുക്കുന്നുണ്ട്, സമ്മതിച്ചു, സന്തോഷം. അദ്ദേഹത്തെ കൊണ്ടത് മൈക്കിൽ കൂടെ വായിപ്പിച്ച എല്ലാവരും കേൾക്കുമല്ലോ, അതുകൊണ്ടാ. 3-ാം പുസ്തകം. അപ്പൊ 2-ാം പുസ്തകം എവിടെ മുതൽ എവിടം വരെ? എന്തിനാ മറിക്കുന്നത്? 42 മുതൽ 72 വരെ. മലബാറിൽ നിന്ന് വന്നപ്പോ എല്ലാം മറന്നുപോയ. ഇനി 90-ന്റെ മേളി വായിര്. അതൊക്കെ ഞാൻ തീർത്ത് തരാം, യോഗം തീരട്ടെ. 90-ന്റെ മേള് വായിര്. 4-ാം പുസ്തകം. അപ്പൊ 3-ാം പുസ്തകം 73 മുതൽ 89 വരെ. ഇനി 107-ന്റെ മേള് വായിര്. 5-ാം പുസ്തകം. അപ്പൊ 4-ാം പുസ്തകം 90 മുതൽ 106 വരെ. 5-ാം പുസ്തകം 107 മുതൽ 150 വരെ. അപ്പോൾ 5 പുസ്തകങ്ങൾ. ഇത് മോശയുടെ പഞ്ചഗ്രന്ഥവുമായിട്ട് പഠിക്കുന്നത് വളരെ നല്ലതാ. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ 5 പുസ്തകം സങ്കീർത്തനം. അതിൽ 90-ാം സങ്കീർത്തനം 10-ാം വാക്യമാണ് നമ്മൾ 91-ന്റെ 10 വായിച്ചത്. ഒരു അനർത്ഥമെന്ന് നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. ദൈവത്തിന്റെ മകത്ത് 90-ഉം 91-ഉം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു 2 സങ്കീർത്തനങ്ങളാണ്. കാരണം 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥന. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഗരോ മരിച്ചു. അഗരോ മരിക്കാൻ കാര്യമുണ്ട്, കാരണമുണ്ട്. എല്ലാ മരണത്തിനും ഓരോ കാരണമില്ലേ?
ഉണ്ട്. ഏത് മരണത്തിന് ഒരു ഓണം വരാനൊരു മൂലം വേണമെന്നൊരു പ്രയോഗമുള്ളതുപോലെ കാര്യത്തിനൊരു കാരണം വേണം. വേണ്ടേ? കാര്യത്തിന് കാരണം വിനാകാര്യം എന്നിത്യതയുള്ള സിയമാം മകത്വത്തെ ബോധനം നടത്തും. അപ്പൊ കാരണത്തിനൊരു കാര്യം വേണം. അഹരോ മരിക്കാൻ കാര്യമുണ്ട്. ഒന്ന്, മോശയ്ക്കെതിരെ തന്ത്രം ഉണ്ടാക്കി, അല്ലെ പെങ്ങളെ കൂട്ടുപിടിച്ച്, അതൊന്ന് ഒരു കാരണം. രണ്ട്, അല്ലെ പൊന്നും വെള്ളിയെല്ലാം കൂടെ പുള്ളി എടുത്ത് അടിച്ചു വരുത്തി കൊത്തുള്ളി കൊണ്ട് അയാൾ ഉണ്ടാക്കി. മൂന്ന്, ആ കാളയ്ക്ക് മുന്നിൽ യാഗപീഠം പണിത് ഇവനെ എല്ലാം കൂടെ തുള്ളിച്ചു. നാല്, അതിലൊക്കെ ഉപരി കള്ളം പറഞ്ഞു. പൊന്നെല്ലാം കൂടെ ഞങ്ങൾ അങ്ങോട്ടിട്ടു, കാള ഇങ്ങോട്ട്. അങ്ങനെയാണോ കാള വന്നത്? ഒന്നാമത്തെ ഡോക്ടർ റവറൻ സോ ആൻഡ് സോ അത് പറഞ്ഞ് പൊന്നെല്ലാം കൂടി ഇങ്ങോട്ട് തന്നു, ഞാൻ അത്തിക്കകത്തോട്ടിട്ടു കാള. ഞാൻ പണ്ടൊരു പാട്ട് എഴുതി, നാടൻ പാട്ടാണ്. നാടൻ പാട്ടിൻ്റെ ട്യൂണാ. എല്ലാ പെന്തിക്കോസുകാർക്ക് ഇഷ്ടപ്പെടും, ഭയങ്കര ആത്മീയമുള്ളവർക്ക് ഇഷ്ടപ്പെടുകയല്ല, അവർക്ക് ഇഷ്ടപ്പെടുകയല്ല. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം തയ്യാറ മോച എടേ അടിക്കടേ എന്ന് ചുമ്മാ. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം തയ്യാറ മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം തയ്യാറ പൊൻകുണ്ണുക്കാൽ തീർത്ത പൊന്നച്ചങ്കാളേ തകതിന്തോം തയ്യാറ പൊൻകുണ്ണുക്കാൽ തീർത്ത പൊന്നച്ചങ്കാളേ തകതിന്തോം തയ്യാറ. ആ മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം തയ്യാറ മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോം. ആ പൊൻകുണ്ണുക്കാൽ തീർത്ത പൊന്നച്ചങ്കാളേ, അതാ പൊന്നു തെയ്യമേന്നല്ലേ, ഞങ്ങളുടെ പൊന്നു തെയ്യമെന്നും പറഞ്ഞ അമ്മമാര് തുള്ളുന്നേ. കാരണം പൊന്നുകൊണ്ടുണ്ടാക്കിയതാ. എനിക്കൊന്ന് ഒന്ന് പോട്ടെ. ഞാനങ്ങ് അപ്പൊ ചാങ്ങാൻ ചുമ്മാ ഒന്നും മരിച്ചതല്ല. എടാ കനാനി വരേണ്ടതല്ലേ, പിന്നെ എന്തിനാ ഇടയ്ക്ക് വീണത്? കള്ളവും പറഞ്ഞു. എന്തായാലും കൊള്ളാം, അഹരോൻ മരിച്ചു. പിന്നെ ദൈവത്തിന് കരുണയുള്ളത് കൊണ്ട് വിളിച്ച് മേളിൽ കയറ്റിയ, താഴെ വെച്ചാലും കൊന്നില്ല, മേളിൽ കയറ്റിയാ കൊന്നത്. വരാൻ പറഞ്ഞു മേളില്, ചെറുക്കനെയും കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മുകൾ പർവ്വതത്തിന്റെ മുകളിൽ കയറി വസ്ത്രമെല്ലാം കൂടെ ഊരി എടുത്ത് ഇലയാസനെ ധരിപ്പിച്ച് അവിടെ അഹരോൻ മരിച്ചു പർവ്വതത്തില്. ദൈവത്തിന് ഇസ്രായേലിന് സങ്കടമായി, ഇസ്രായേലിന് വിലപിച്ചു, ദുഃഖമായി. പ്രഥമ മഹാപുരോഹിതനാ. അപ്പോൾ അവരുടെ ദുഃഖത്തിന് പരിഹാരം വരുത്തുവാനും പ്രത്യാശികളുടെ കൊടുമുടിയിൽ അവരെ പിടിച്ചുയർത്തുന്ന സങ്കീർത്തനമാണ് 90. ആ തുടക്കത്തിൽ തന്നെ കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം അടുത്ത കാലത്ത് മുളച്ചു കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല. ഇത് പുത്തൻകുറ്റ ദൈവമല്ല, അനാദിയായും ശാശ്വതമായും ദൈവമാ. അവിടുന്ന് നിത്യനാകുന്ന ദൈവമാ. സകല ചരാചരങ്ങളെ നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ, സകലത്തെയും പടച്ചവൻ, ചമച്ചവൻ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. സകലത്തിന്റെ ലേക്കും സകലത്തിന്റെ കാരണഭൂതന് അവിടുന്ന് തന്നെ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിൽക്കലത്വം പേറുന്ന പരിയമൻ. ആഗമാകാരന്മാരിലാതവൻ മോദതും നിർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ. യോഗി ശ്രദ്ധി അഡോണായി വിലോപമെന്നെ യാഹ്വേ യഹോവയാകെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകടിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹരായിട്ടെങ്കിലും വർത്തിക്കലും കൂടെ തന്നെ യാചകനാത്മാവെന്ന് വരണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ. ദൈവത്തെ പറ്റിയ വർണ്ണനയാ, അല്ല ബന്ധനമൊന്നുമല്ല. ആ നോട്ടവും മോന്ത ഇരിപ്പം കണ്ടിട്ട് എൻ്റെ പോരുകളാന്നാ തോന്നുന്നത്. എന്നൊക്കെ ബോധമില്ലാത്തതിന് ബോധമില്ലാത്തതല്ല, പോരല്ല. ഏനാ ചെയ്യാനാ. നമസ്തേ ദേവദേവ
നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ നദജന പാലന പാരായണ, നമസ്തേ ഭക്തനേത്ര ബാഷ്പാർജന. മോശയിന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ടു നീ പറയിച്ചു. ദാശരെ മുക്കുവന്മാർ ധീവരര്, അതാ മീൻപിടുത്ത, അതാ ദാശർ, ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. ഡോക്ടർ ലൂക്കോസ് ഇരിക്കുമ്പോഴാ മീൻപിടുത്തക്കാരൻ പത്രോച്ചൻ ഒറ്റ പ്രസംഗം 3000. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായ ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ ഊഴിക്ക് നിർമ്മാതാവേ ദൈവ നിർണയമാകും. ബഹുവിധ വ്യാഖ്യാനവും ഭംഗങ്ങളും. കാശിന് കൊള്ളാതുള്ള കരം കഴുത, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസറായൊരു ശിംശോൻ 1000 ബലിസ്ത്യരെക്കായി നീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിത്രമായുള്ളോട് തപ്തീകിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമച്ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. സർവജ്ഞനല്ലേ ദൈവം, നിത്യനായവനല്ലേ ദൈവം. അതാ ഇവിടെ വായിക്കുന്ന ദൈവത്തെ പറ്റി വർണ്ണിച്ചാൽ ഒത്തിരിയോ അങ്ങ് വർണ്ണിച്ചു നിൽക്കും. ദൈവത്തിന് മഹത്വം. ഇവിടെ വായിക്കുന്ന കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പിന്നെ പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് എന്ന് പറഞ്ഞ പർവ്വതങ്ങൾ ഉണ്ടായി കഴിഞ്ഞുണ്ടായ ദൈവമല്ലെന്ന്. എടാ പൊട്ടൻ കിണാപ്പാ, നീ ശ്രദ്ധിക്കേ. പർവ്വതങ്ങൾ ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ. ദൈവത്തിന് മഹത്വം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവജ്ഞനായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ, ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. അതെ, അപ്പോൾ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ഏക സത്യദൈവം, നിത്യദൈവം, അവൻ ജീവിക്കുന്ന ദൈവം. ദൈവം അനാദിയായി ശാശ്വതമായി നമ്മുടെ ദൈവമാ. 90-ാം സങ്കീർത്തന മോശയുടെ പ്രാർത്ഥന ചരിത്രം പറയുന്നത് വേദപഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് 91 യോശുവ എഴുതിയെന്ന. 90 മോശയും 91 എഴുതാൻ സാഹചര്യമുണ്ട്. മോശയുടെ കൈക്ക് വെള്ളമൊടിച്ചയാളാ യോശുവ. കൂടാരം വിട്ടുപിരിയല്ല, ഗുണ്ടായുധമൊന്നുമല്ല. കൂടാരം വിട്ടുപിരിഞ്ഞില്ലെന്ന അല്ല, മോശ തൊട്ടാൽ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ. ഇപ്പം അങ്ങനെയൊക്കെ അല്ലേ മുദ്രാവാക്യം, ഞങ്ങളിൽ ഒന്നിനെ അതിന് അടിമേടിച്ച് ഊപ്പാട് വരിക. മുദ്രാവാക്യം വിളിച്ചാൽ പരിക്കാതിരിക്കുക, അല്ലുള്ളവനല്ല. പാടേച്ചാരി ഒന്നും പെണ്ണുമായിട്ട് പോയെന്ന് പറഞ്ഞ പോലെ. മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചാണ് യോശുവ. കൂടാരം വിട്ടുപിരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ആ മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച് കൂടെ ശുശ്രൂഷയ്ക്ക് നിന്ന് യോശുവ 91 എഴുതിക്കുന്ന.
ആ യോശുവ 91:10 പറയുകയാ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. 2-3 കാര്യം കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പുറപ്പാട് പുസ്തകം 12 നിങ്ങൾക്കറിയാം. ഒരു ബാധ വരാൻ പോവുക. ആ ബാധയുടെ വിശേഷത ആദ്യജാതന്മാരെ തകർക്കുക. അത് ഏത് വീട്ടിലെയാണെങ്കിലും ആദ്യജാതം തീരും. ഞാൻ പകലോ മറ്റമായ ശങ്കരപുരിയാ, കാളികാവാ, കളിയിക്കലിയാ, കൊച്ചു കളിയിക്കലിയാ, അതായിലെത്തിയാ, ഗുരുടാമണ്ണിലെയാ, ഞങ്ങൾ ഇന്ന ആടെ ആൾക്കാരെ, ഞങ്ങൾ ഇന്ന കൊട്ടാരത്തിലെയാ, ഇന്ന് എവിടേക്കല്ല. ഞങ്ങൾ റോയൽ ഫാമിലി, അരിസ്റ്റോക്രാറ്റ് ഫാമിലി. ബാധയ്ക്ക് ഇത് വല്ലോ. പണ്ട് കരിയമ്പള്ളി ചാക്കോച്ചമ്മ ദുരിതരാ നടി വരുമ്പോൾ അതിൻ്റെ മണ്ഡലം പ്രസിഡന്റ്. ബാധ വന്നാൽ ഇത് വല്ലതും വിഷയമാണോ? അല്ല, കണ്ടതല്ലേ വെള്ളപ്പൊക്കത്തിന് ആ മതിൽ കെട്ടുന്നു, അവിടെ വെക്കുന്നു, അതിൽ എന്നും കളവൻ പോയി പടിയും കൊന്നു. ആ മതിലിന്റെ സൈഡിലെങ്ങാനും ആരാണോ ഗേറ്റേ തൊടാൻ പറ്റും. വെള്ളം ഇങ്ങോട്ട് വന്ന് അടിച്ച് കയറി മതിലെല്ലാം കൂടെ അടിച്ച് തൂത്ത് അള്ള അവിടെ ഇരുന്ന് ഞെക്കുക ഗേറ്റ് തുറക്കാൻ. റിമോട്ടാ അള്ള ഞെക്കി ഊപ്പാട് വന്ന അച്ചാൻ ഞെക്കാൻ. ആണ് ഞാൻ ഞെക്കിട്ട് ഒക്കുന്നില്ല അടിയുന്നത്. രണ്ടും കൂടെ ഞെക്കി അടിച്ച് വെള്ളം കയറി, തിണ്ണെ കയറി, ചവിട്ടി കയറി, അടിച്ച് കയറി, കളവനും കൂടെ മേളിൽ കയറി. അജിരമതിൽ നിന്നവൻ തിണ്ണകിൽ കയറി, ഞാൻ തിണ്ണകിൽ കയറി, ഞാൻ മട്ടി അടിച്ച് കയറി മേളിൽ. അവസാനം വേറൊരു തള്ളേനെ പൊക്കിക്കൊണ്ട് ഹെലികോപ്റ്റർ പോയി. അയാൾക്ക് വസ്ത്രം പോലും ഇല്ലായിരുന്നു. തള്ളയാ പറയുന്നത്. എൻ്റെ കുഞ്ഞുഞ്ഞമ്മേ കൊണ്ടുപോയിടി. നിങ്ങളാരും കേട്ടില്ലയോ? ഓ, കേട്ട് ആസ്വദിക്കുകയായിരിക്കും. അയ്യോ, നടന്ന കാര്യമാ. തിരുവനന്തപുരത്ത് അങ്ങാണ്ട് കൊണ്ടുപോയെന്ന്. വെള്ളം വന്നപ്പം ഇത് വല്ലതും എന്ത് ചെയ്യാൻ നിന്റെ അതിര്, എന്ത് ചെയ്യാൻ നിന്റെ മതില്, എന്ത് ചെയ്യാൻ നിന്റെ റിമോട്ട്. ചല്ലിപ്പടത്തിലെ ഞങ്ങളുടെ അക്ഷായന് ചൂട് ചോറ് വേണം. ചൂട് കുറഞ്ഞാൽ പുള്ളി വഴക്കുണ്ടാകും. പിന്നെ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം. തന്നെയല്ല, ഡാഡി മട്ടൺ മാത്രം യൂസ്. വെള്ളം പൊങ്ങി ഇവൻ്റെ ഊപ്പാട് മണ്ണ് തട്ടിപ്പറിക്കുക. എന്തിയാടാ മട്ടൻ വെള്ളം അവിടെ. ഞാൻ എൻ്റെ കണ്ണിനും കണ്ടതാ. മണ്ണും പഴവും. മട്ടൻ വേണ്ടേ? നീ ദൈവത്തോട് കയറി കളിക്കരുത്. ദൈവത്തോട് കയറി കൊമ്പ് കോർക്കരുത്. ദൈവം പിടികൂടും. പ്രസംഗിക്കുന്ന എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. ഞങ്ങളുടെ ഡാഡിയുടെ മെത്തേല് വേറെ മെത്തേ കിടന്നാ പുള്ളി വെള്ളം പൊങ്ങിയപ്പം അവിടെ ക്യാമ്പിൽ പോയി ബെഞ്ചേ കിടക്കുക. താടി ജീവനുള്ള ദൈവത്തിന്റെ കൈ വിടുന്ന എത്ര ഭയങ്കരം. ദൈവത്തിന് മഹത്വം എത്ര വന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. പിന്നെ ഇശിയാവിലൊരു വാക്യമുണ്ട്, പാപത്തോട് പാപം കൂട്ടുന്നെന്ന്. 30-ാം അധ്യായത്തിലാണോ 30-1 പാപത്തോട് പാപം കൂട്ടുന്നെന്ന്? പെട്ടെന്ന് വായിച്ചേ. പാപത്തോട് പാപം കൂട്ടുക. അതിനൊരു തെളിവ് ഉൽപ്പത്തിയിലുണ്ട്. ലോത്തിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നപ്പോൾ നാട് മുഴുവൻ ഇളകി പ്രശ്നമായി. അവസാനം അകത്തോട്ട് ഇടിച്ചു കയറാൻ നേരത്ത് ദൂതന്മാർ കടകങ്ങടച്ചു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആപാലവൃത്തൻ, ചെറുക്കം മുതൽ വല്യപ്പന് വരെ കണ്ണു കാണാൻ പാടില്ല. വീട്ടിൽ പോകണ്ടേ, പിന്നെയും വാതിൽ തപ്പുക. അങ്ങനെ എഴുതിയേക്കുന്നത്. പാപത്തോട് കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ. അപ്പൊ ചുരുക്കി പറഞ്ഞേ, പിന്നെ വാതിൽ തപ്പുക. അങ്ങനെ തപ്പിയപ്പോൾ അമ്പര മേളിൽ നിന്ന് തീ അങ്ങോട്ട് ജ്വലന കന കട്ടക്കല്ലിട്ട നടികളിടുക ആളുകൾ. ജ്വലന കൊള്ളിയാനും മിന്നൽ കിട്ടിയും കൂടെ മേളിൽ നിന്ന് ജ്വലന കന കടകളുടെ നടുവിൽ ഇടിവാളുകൾ. യാതൊരോക്ഷം പരന്ന ആകാശവീതിയിൽ പ്രളയം അതിൽ ഉയരും. ഒരു അണ്ടവാദങ്ങളും പ്രത്യുക്രമിച്ചു പ്രത്യൂഹമാമിതം. നിമിഷ സമയം കൊണ്ട് ദിവ്യായു ചുഷ്കണി നിർഗളിച്ച അമ്പരദിക്കിൽ നിന്നക്ഷണം അടിച്ച് വലിയ നിലയങ്ങളും വൻ മാളികകളും അടിച്ച് തൂത്തു. ദൈവത്തോട് കളിച്ചാൽ ദൈവം തൂക്കും. തുരകരമയപകിഷമാദികൾ. തുരകം കുതിര, തുരകരം കഴുത അടിച്ചു തൂക്കുക. തുരകം കരം കഴുത, തുരകരമയം ഒട്ടകം, തുരകരമയ മഹിഷം പോത്ത്, ഋഷഭം കാള. തുരകരമയ മഹിഷ ഋഷഭാദിയാൽ തുന്തിലമായുള്ള നാട്ടിൻ പുറങ്ങളും കിരണമൊട്ട് കരടി പുലികാട്ടാട് ജമ്പുകം. കുറുക്കൻ്റെ ദൃഷ്ടിയിലിരിക്കുക അടിച്ച് തൂത്ത് വയ്ക്കുവാൻ.
യവമഭിജ ഗോതമ്പ് ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനി വല്ലികൾ മുഴുവൻ കൃഷി. ദൈവത്തോട് കളിച്ചാൽ ദൈവം പിടികൂടും. അത് എന്നെയാണെങ്കിലും നിങ്ങളെയാന്ന്. എടാ അവിടെ അടങ്ങി, എവിടെ പോയ നീ? അവിടെ നിനക്ക് എന്നെ എത്ര ശങ്കാവിഷയം? പ്രായമുള്ളവരൊക്കെ ഇരിക്കുക. നിനക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തോട് കളിക്കരുത്. അത് ഞാനാന്നേലും നിങ്ങളാന്നേലും ജീവനുള്ള ദൈവത്തിന്റെ കൈ വിടുന്ന എത്ര ഭയങ്കരം. പൗലോസ് പറഞ്ഞൊരു പദം കടമെടുക്കാൻ, ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ഭജിക്കേ, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ദൈവം ഈ ന്യായവതി ബാധ അയക്കുക. ഈ ബാധയുടെ പ്രത്യേകത ആദിജാതന്മാർ മാറ്റപ്പെടാൻ പോകുക. അപ്പൊ ദൈവം ഒരു പ്രമാണം വെച്ചു, ആദിജാതന്മാർ മാറ്റപ്പെടുന്ന ബാധ വരും. ഈ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ, ബാധ വരാതിരിക്കാൻ ഒറ്റ പ്രമാണം, ഒരു കുഞ്ഞാടനെ അറുത്ത് ചോരത്തിലെ ആചരിച്ചോണം. വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണാകണമെന്ന് പുറപ്പാട് 12:5 വായിച്ചോ. പുറപ്പാട് 12:5 പെട്ടെന്ന് വായിര്, സമയം പോകുന്നത് കൊണ്ടാ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും, സങ്കടത്തോടെ വായിക്കുന്നത്, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും, ആട്ടിൻകുട്ടി ഊനമില്ല, വായിര്. 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടി ഊനമില്ലാത്തത് 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. പിന്നെ അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ശ്രദ്ധിക്കുക, ഊനമില്ലാത്ത ആട്ടിൻകുട്ടി ഇത് മറ്റാരുമല്ല, യേശുക്രിസ്തുവാ. യേശുക്രിസ്തുവിനെ ആട്ടിൻകുട്ടിക്കെന്നും കുഞ്ഞാട്ടിൻകുട്ടിക്കെന്നും ഉറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗനായ കുഞ്ഞാടെന്നും വേളി കടിക്കാൻ പറ്റുന്ന കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും രോമം കത്തിരിക്കുന്നതിനിടെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടെന്നും ലോകപാപം ചുമക്കുന്ന കുഞ്ഞിനെ അലങ്കാര ഭാഷയിൽ വിഷയത്തോടനുബന്ധിച്ച് പുസ്തകത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി. പൗലോസ് പറഞ്ഞു, നമ്മുടെ വധക കുഞ്ഞാട് വറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടി യോഹന്നാൻ പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതോ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ വീടൊന്നിന് ആട്ടിൻകുട്ടി ഇത് മറ്റാരുമല്ല, നാസറായനാകുന്ന യേശു ക്രിസ്തു. ഈ കുഞ്ഞാടിനെ കണ്ടിച്ച് ഇതിന്റെ രക്തം കട്ടളക്കാരണ്ടിലും കുറുമ്പടുമലും പുരട്ടണം, തളിക്കണം. എന്തിനാണെന്നറിയാമോ? ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി സംഹാരബാധ നിന്ന് അലറുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കുഞ്ഞോടിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം. നിന്റെ പാപത്തെ മോചിക്കുന്ന രക്തം, സകല പാപങ്ങളെയും മോചിക്കുന്ന രക്തം. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവരാജ്യം നഷ്ടപ്പെടുത്തി പാപികളാകുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനാകുന്ന ക്രിസ്തുയേശു ജഡാവതാരമെടുത്ത് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താനലോകത്തിൽ ഇറങ്ങി വന്നത് മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു. അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തി. ഇന്ന് രാത്രി ആ രക്തത്തിൽ ആശ്രയിച്ചാൽ, ആ രക്തത്തിൽ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നിന്റെ പാപത്തെ മോചിക്കും. മാത്രമാണോ, ബാധയിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. പിന്നെ ഒരു കൂടോത്രവും നിനക്ക് ഏകുകയല്ല. രക്ഷിക്കപ്പെട്ടവന് കൂടോത്രമോ ആഭിചാരമോ ക്ഷുദ്രമോ ഏകുകയല്ല. ഞാൻ ബന്ധുക്കോസുകാരോട് പറയുന്നുണ്ട്, ആഭിചാരവും മന്ത്രവാദവും കെട്ടുവൊക്കെയുള്ള വീട്ടിൽ നമ്മളെ എല്ലാവരും ഒന്നും വിടണ്ട. ഇമ്മ ചളക്കാ പിടിച്ചിരിക്കുന്നത് എന്നെ വിട്ടിട്ട് വ്യായെടുത്ത് വ്യായുതിനെ ചാപ്പും. നീ സഭയെ വന്നിട്ട് ഇതുവരെ അഭിഷേകം പ്രാപിച്ചില്ല, കൈ ഓടിക്കല, പാടുകയല്ല. നീ യായിനിറക്കാൻ പോയാൽ സ്കേവാട പിള്ളേരുടെ ദേഹത്ത് തുണി പോലും ഇല്ലാതാ ഓടിയത്. പക്ഷേ അഭിഷേകത്തിൽ നിറയുന്ന ദൈവമക്കളുണ്ട്. രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തിൽ അവൻ ദൈവത്തോട് മർമ്മം സംസാരിക്കുക. അങ്ങനെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കള് ആഭിചാരവും മന്ത്രവാദവും കൂടോത്രവും ക്ഷുദ്രവും കെട്ടുകളൊക്കെയുള്ള സ്ഥലങ്ങളിലും അങ്ങോട്ട് വിട്ട്, എൻ്റെ ഭാഷ പറഞ്ഞ കാണാൻ വലിയ ചതവൊന്നും വലിയ കുടുംബത്തിലൊന്നും പറന്നതല്ല, വലിയ പ്രൗഢിയും പത്രാസും ഒന്നുമില്ല. കാതും കഴുത്തും ഒക്കെ പറിച്ച പെണ്ണുങ്ങളാ മത്തി വെട്ടിക്കഴിയ പോലെ ഇരിക്കുന്നത്. ആണുങ്ങളാണെങ്കിലും മീശയെല്ലാം മടിച്ചില്ലേ, കരിക്കിൻ്റെ മോന്ത എത്തിയ പോലെ അങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. കാണാൻ വലിയ ചതവും ചെമ്മാന്തരവും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന്, എൻ്റെ ശൈലിയാ, ഒരു പഴയ തമ്പേറൊക്കെയാ, ചിലപ്പോൾ തമ്പേർ മേടിക്കാൻ പോലും കാശില്ല, അങ്ങോട്ട് ചെന്ന് പോരാട്ടവും ബന്ധനമുള്ള വീട്ടിൽ അഭിഷേകം പ്രാപിച്ച ദൈവമങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് മുഴങ്കാൽ അങ്ങോട്ട് മടക്കി ആ തമ്പേറുമൊക്കെ വെച്ചൊന്ന് അടിച്ച് 2 ശീലി പാട്ടുമൊക്കെ പാടി ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞാൽ സകല കെട്ടും പൊട്ടുമെന്നാ പറഞ്ഞത്.
സകല കെട്ടും പൊട്ടുമെന്ന ആഭിചാരത്തിന്റെ ശക്തികൾ ഇളക്കി മാറ്റും, മന്ത്രവാദത്തിന്റെ കോട്ടകളെ അഴിച്ചു മാറ്റും. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ആരാധനയിൽ ഒരു ശക്തി നിൽക്കത്തില്ല. ദൈവമക്കളുടെ ആരാധനയിൽ, ദൈവ കുഞ്ഞുങ്ങളുടെ ആരാധനയിൽ ഒരു ശക്തി നിന്നെ തൊടുകയല്ല. ഇന്ന് രാത്രി മൗനമായിട്ടിരിക്കാതെ ആത്മാവിൽ ബലപ്പെട്ട് സാത്താന്റെ ദേശത്തെ കെട്ടുന്ന കെട്ടുകൾ ഇന്ന് രാത്രി അടിക്കണം. നിലമേൽ സെന്ററിനെതിരെ, ഈ മണത്തറക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരുകള് ഇന്ന് രാത്രി ദൈവം അടിക്കും. ദേശത്തിന്റെ പള്ളക്കാടുകൾ ഇന്ന് രാത്രി ദൈവം അടിക്കുന്ന രാത്രിയാ. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദേശത്ത് കുടിയിരിക്കുന്ന ദേശത്തിന്റെ ശക്തികൾ വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. ഇന്ന് രാത്രി ആരാധിച്ച് ബലപ്പെടുക്ക്. ആഭിചാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി അടിയുക. ആത്മാക്കൾ വിടുവിക്കപ്പെടാതിരിക്കുവാൻ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടാതിരിക്കുവാൻ, ദേശം വിടുവിക്കപ്പെടാതിരിക്കുവാൻ, ദേശത്തെ ബന്ധിക്കുന്ന ബന്ധനം ഇന്ന് രാത്രി അടിക്കും. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ മൗനമായിട്ടിരിക്കാതെ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, ദേശത്തിനെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവ സഭകൾക്കെതിരെ ഇന്ന് രാത്രി ദൈവശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവരിക്കട്ടെ. വന്നതുപോലെ തിരിച്ചു പോകരുതെന്ന് രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ. ദൂട്ട ശക്തികൾ ഇന്ന് രാത്രി അടിയട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവശക്തികൾ നിറയ. ആരും മൗനമായിരിക്കരുത്. ഊടാറവ ശൈതൽക്കമനപടമല്ല ദിരിപികമലപട ഇന്ന് രാത്രി ദേശത്തിന്റെ പോരുകളെ വെട്ടി പ്രാർത്ഥിക്കുക. ആത്മാക്കൾക്കെതിരെ വെല്ലുവിളിക്കുന്ന, കുടുംബങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കാൻ പോകുക. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുക. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി, സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി സാത്താന്റെ കോട്ടകളെ അടിയട്ടെ. അടമന ഗദര ഘടകതല വിധിപികമല്ല പടമന. ഇന്ന് രാത്രി ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് ഇന്ന് രാത്രി ദൈവം അരുളി ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ. ദുഷ്ട വ്യാപാരങ്ങൾ ഈ രാത്രി അടിയട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി രോഗബന്ധനം അടിക്കട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ധമനിക്കകത്ത് കുടിയിരിക്കുന്ന രോഗഭീരങ്ങൾ ഇന്ന് രാത്രി, രോഗബന്ധനങ്ങൾ ഈ രാത്രി ദൈവം അടിക്കുന്ന രാത്രി. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി. ദേശം വിടുവിക്കപ്പെടട്ടെ, ദേശം വിടുവിക്കപ്പെടട്ടെ, ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെന്ന്. രോഗക്കെടുതികൾ ഇന്ന് രാത്രി അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി മരണദൂതനെ അടിക്കട്ടെ, മരണപാശങ്ങൾ അടിയട്ടെ. ചിലരെ ബന്ധിക്കുന്ന ബന്ധനം ഇന്ന് രാത്രി അടികട്ടെന്ന്. രോഗാത്മാവ് ഇന്ന് രാത്രി മാറട്ടെ. ഏറെ നാളുകളായി നിന്നെ അലട്ടുന്ന രോഗപീഠകൾ ഇന്ന് രാത്രി ആരാധനയിൽ അടിക്കാൻ പോകുകയാ. ആരാധനയിൽ ഇന്ന് രാത്രി വിടുതൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കിഡ്നി പ്രോബ്ലം ഇന്ന് രാത്രി മാറട്ടെ. ഹാർട്ടിന്റെ പ്രോബ്ലം ഇന്ന് രാത്രി മാറട്ടെ. എല്ലാ ഷുഗറിന്റെ അസ്വസ്ഥത ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റുകയാണ്. നിന്റെ തലയ്ക്കകത്ത്, ശരീരത്തിൽ, അസ്ഥിയിൽ, ധമനിക്കകത്ത്, ആന്തരിക അവയവങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കട്ടെ. വിശ്വസിച്ച് ഇന്ന് രാത്രി വിടുതലെടുക്ക്, വിശ്വസിച്ച് വിടുതലെടുക്ക്. വന്നതുപോലെ തിരിച്ചു പോകരുത്, വന്നതുപോലെ തിരിച്ചു പോകരുത്. ആരാധനകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ.
ഊടം ദൂരം ദുരിതലവേദം വൈദക്കെട്ടം ധാരാജാലം അമ്പലവെള്ളി വെള്ളിക്കടക ധൂമക്കെട്ട പൂടച്ചാര ധീരക്കെട്ട ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. അടമന ദുരബലപടബല ദിരിവികബലപടബല അന്തരാ ജാതല പ്രബടബലപടബല ദീവൽക്കമനപടബല ദിരിവികബലപടബല. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇത് വിലയേറിയ രക്തം, ഇത് പുണ്യാക രക്തം, ഇത് ജയം തരുന്ന രക്തം, ഇത് മധുരിപ്പിക്കുന്ന രക്തം, പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, ആട്ടുകൊറ്റന്മാരുടെ കാലക്കിടാക്കിന്റെ രക്തവും മലിനപ്പെട്ടവ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രോഗശാന്തി വെളിപ്പെടട്ടെ, രോഗബന്ധനം ഇന്ന് രാത്രി അടിക്കട്ടെ, സാത്താന്റെ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. അന്ധകാരാധാരഘടക ദീപലപക്ഷ ദൂമരപടബല വിടുതൽ 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 വിടുതൽ. കെട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവശക്തി, വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവശക്തി. ഓ കൃപ കൃപ. മരണഭാഷ്യങ്ങളെ അടിയട്ടെ, മാരാളവേദനകൾ മാറട്ടെ, മരണഭാഷം അടിയട്ടെ. മരണദൂതൻ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ, മരണത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി മാറട്ടെ, എല്ലാ കെടുതികൾ ഇന്ന് രാത്രി അടിയട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന്